Nitya. Welcome to Jack Construction Private Limited. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്വാളിറ്റി കൺട്രോൾ ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. അതാണ് റോഡ് ക്രാക്സും റോഡിലെ കുഴികൾ അഥവാ പോട്ട് ഹോൾസ്. ഈ കാരണങ്ങളൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരാം നമ്മുടെ കൂടെ ഉള്ളത് റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറും നമ്മുടെ ജാക്ക് കൺസ്ട്രക്ഷനിലെ ചെയർമാനുമായ വിൻസെന്റ് സാർ ആണുള്ളത്. ഹായ് സാർ, വെൽക്കം. താങ്ക് യു സാർ. 2019 സാറിൻ്റെ ഈ ക്വാളിറ്റി കൺട്രോൾ ഫോർ റോഡ് കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ പ്രസൻറ്റ് ചെയ്ത ഒരു PPT കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ റോഡ് കൺസ്ട്രക്ഷനിൽ 6 ലെയറായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാർ എന്തൊക്കെയാണ് ആ ടൈപ്സും ആ ലെയേഴ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? 2018 ഫ്ലഡ് ഉണ്ടായല്ലോ. ഫ്ലഡ് ഉണ്ടായപ്പം അൺപ്രസിഡൻ്റൽ ഫ്ലഡാണ്. അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഫ്ലഡ് ഉണ്ടായപ്പോഴത്തേക്കും വയലുകളിലുള്ള ചില റോഡുകൾ തന്നെ മൊത്തത്തിൽ ഒലിച്ചു പോയി. പിന്നെ ഇനാഡിക്വസി ഓഫ് കൾവർട്ട്. അപ്പോൾ അത് അപ്പോഴത്തേക്കുമാണ് ഒരു പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയാണ് ഈ സ്ലൈഡൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ ആ റോഡ് കൺസ്ട്രക്ഷൻ ഇൻ ലേയേഴ്സ് ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റോഡ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു സബ്ജക്റ്റാണ്. നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ ഇൻ ലേയേഴ്സ് എന്നുള്ളതാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ എന്താണ് അറിയേണ്ടതെന്നുള്ളത്, നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ സബ് ബേസ് ഉണ്ട്, ബേസ് കോഴ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ഒരു ടൈപ്സ് ഉണ്ട് അതിൽ തന്നെ. അപ്പോൾ അതിൽ ഓരോ ടൈപ്സും അതൊന്ന് ഡിഫൈൻ ചെയ്താൽ കൊള്ളായിരുന്നു. നമ്മൾ പിന്നെ റോഡ് കൺസ്ട്രക്ഷൻ, നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതെപ്പോഴും പിന്നെ വെർട്ടിക്കൽ ലെവലിലാണ് പോകുന്നത്. താഴെ ഫൗണ്ടേഷൻ, കോളം, പിന്നെ സ്ലാബ്, പിന്നെ ബീംസ്, അങ്ങനെ പോകുന്നു. റോഡ് കൺസ്ട്രക്ഷൻ ലെയറായിട്ടാണ് നമുക്ക് പോകുന്നത്. നമ്മൾ ഈ ലെയറായിട്ട് പണിയാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ എവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇടവഴി റോഡായി മാറിയ ഇതാണ്. അപ്പോൾ പണ്ട് ഞാൻ PWDയിൽ ജോയിൻ ചെയ്യുന്ന റോഡിലോട്ട് വർക്ക് ചെയ്യുന്ന 83 വരുമ്പോൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ അവിടെ ജസ്റ്റ് ഒരു ജീപ്പ് പോകുന്ന റോഡുണ്ട്. ഫോറസ്റ്റിൻ്റെയൊക്കെ അടുത്തുള്ള ജീപ്പ് പോകുന്ന റോഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആളുകൾ വീല് താന്നു പോകും. വീലിൻ്റെ അവിടെ ആയിരിക്കും താഴുന്നത്. വലിയ ബോർഡേഴ്സ് കല്ല് കൊണ്ടിടും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇതിൽ വലിയ ബോൾഡേഴ്സ്, അതായത് നമ്മൾ ബോൾഡേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള റോഡ്. വണ്ടി പോകാൻ വേണ്ടി ഒരു മണ്ണ് വെട്ടി ഒരു ഗ്രേഡിയൻ്റെയൊക്കെ ശരിയാക്കി കല്ല് മാത്രം ഇടും. അപ്പോൾ ഈ കല്ല് എന്ന് പറയുന്നത് പോയിന്റ് ലോഡാണ് വരുന്നത്. അതാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്. അത് നേരെ താന്നു പോകും. പിന്നീട് നമ്മൾ സെക്കൻഡ് ലെവലിലാണ് ഈ കല്ല് പോയ ഇതിൽ നമ്മൾ സോളിങ് സ്റ്റോൺ ഇട്ട്, മെറ്റലിട്ട്, അതിൻ്റെ പുറത്തൊരു ടാറ് 20 mm ജിപ്പിംഗ് കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇറ്റ് ഇസ് നോട്ട് എ ലോഡ് ബെയറിംഗ് ഐറ്റം. ലോഡ് ബെയറിംഗ് മെറ്റലിംഗ് സോളിംഗ് ആണ്. അതാണ് രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ ലെയറിലായിട്ട് വരുന്നത്. അതായത് പിന്നെ റോഡ് കൺസ്ട്രക്ഷനിൽ നമ്മുടെ വീലിൽ ഉണ്ടാകുന്ന ലോഡ്, നമ്മളിപ്പോൾ വീൽ ട്രാക്ക് എന്ന് പറയും. ആ വീലിലുള്ള ലോഡ് എത്രയും വേഗം കൂടുതൽ ഡെപ്തിലോട്ട് പോകുമ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകണം. അതിനുവേണ്ടിയാണ് ലെയർ ബൈ ലെയർ ആയിട്ട് റോഡ് പണിയുന്നത്. ഇപ്പോൾ ഈ ലോഡ് ഇപ്പോൾ റോഡിൽ ഇപ്പം ഉണ്ടാവുന്നു, അപ്പോൾ 2 ഡയറക്ഷനായിട്ട് ഇങ്ങനെ പോകുന്നല്ലേ പറഞ്ഞാൽ, അത് എത്ര ആംഗിളിലായിരിക്കും 2 ഡയറക്ഷനിൽ പോകുന്നത്? അതെ, ദാറ്റ് ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പിന്നെ ലെയറിങ് കപ്പാസിറ്റി. അതായത് അടുത്തടുത്ത ഇപ്പോൾ കല്ലാണെങ്കിൽ ലോഡ് വളരെ ഒറ്റ കല്ലാണെങ്കിൽ വളരെ നേരെ പോകുള്ളൂ. മറ്റേ ഈ വലിയ ലെയർ, അതായത് നമ്മുടെ ലോഡ് എടുക്കുന്നത് മെറ്റലാണ്, അതാണ് നമ്മുടെ ബ്രോക്കൺ സ്റ്റോൺ. അപ്പോൾ അത് ദ മോർ ദ സ്മോൾ മോർ ഇറ്റ് വിൽ സ്പ്രെഡ് ഔട്ട്. അപ്പോൾ കൂടുതൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഇത്. പിന്നെ ഈ ഇവിടെയുള്ള മെറ്റലും അടുത്ത മെറ്റലും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നതാണ് ബിറ്റുമെൻ. മെറ്റലിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ഒരു ഉള്ളി കോമ്പാക്ഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ബൈൻഡിങ് വരുന്നില്ല. അപ്പോൾ നല്ല ബൈൻഡിങ് ഉള്ള ചെറിയ മെറ്റൽ ആണ് ഉപയോഗിച്ചെങ്കിൽ ഈ ആംഗിൾ വളരെ സ്പ്രെഡ് ചെയ്ത് പോകും. ഈവൻ 60 ഡിഗ്രി വരെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോകും. അതർവൈസ് ഇറ്റ് വിൽ ബി 45 ഡിഗ്രി ഫ്രം വെർട്ടിക്കൽ ആക്സിസ്, 45 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി അങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ലെയറിൻ്റെ സ്പെസിഫിക്കേഷൻ നന്നായിരുന്നു കഴിഞ്ഞാൽ നല്ല ഇതിൽ സ്പ്രെഡ് ചെയ്തു പോകും. അതായത് ഒരു 50 സെൻറ്റിമീറ്ററിനകത്തോ 1 മീറ്ററിനകത്ത് നല്ല ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ
അവിടെ കൊണ്ടൊന്നും റോഡ് താഴില്ല. അതാണ് ലെയറിൻ്റെ ഇത്. സാർ, നമ്മൾ ഈ റോഡ്സിൽ മെറ്റലും ടാറും വെച്ചിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിലിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ 6 ലെയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് നാച്ചുറൽ സബ്ഗ്രേഡ്, കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ്, സബ് ബേസ് കോഴ്സ്, ബൈൻഡർ കോഴ്സ്, സർഫസ് കോഴ്സ്. അപ്പം ഈ 6 ലെയേഴ്സിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഈ 6 ലെയർ നമുക്ക് ഈ ക്രോസ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന ഈ 6 ലെയർ എന്ന് പറയുന്നത് പിന്നെ പുതിയ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉള്ള നാഷണൽ ഹൈവേയോ സ്റ്റേറ്റ് ഹൈവേയോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്കീം ഇതാണ്. ഈ 6 ലെയേഴ്സിനെയും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. താഴത്തെ 2 ലെയർ ഏതൊക്കെയാണ്? നാച്ചുറൽ സബ്ഗ്രേഡും കോമ്പാക്റ്റഡ് സബ്ഗ്രേഡും. അത് എർത്ത് ആൻഡ് ബേസ് ആണ്. എർത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ദ സെക്കൻഡ് വൺ സബ് ബേസ് കോഴ്സ് ആൻഡ് ബേസ് കോഴ്സ്. അതാണ് മെറ്റലിംഗ്. നമ്മുടെ ആളുകൾ മെറ്റലിംഗ് എന്ന് പറയുന്നത് ബ്രോക്കൺ സ്റ്റോണിനെ റോൾ ചെയ്ത് കോമ്പാക്ട് ചെയ്തെടുക്കുന്ന ആ മെറ്റലിങ്ങിൻ്റെയാണ് ഈ സബ് ബേസ് കോഴ്സും ബേസ് കോഴ്സും. അതിൻ്റെ മുകളിൽ വരുന്നത് ബൈൻഡർ കോഴ്സും സർഫസ് കോഴ്സും. അതാണ് ശരിക്കുള്ള ടാറിങ്, ബിറ്റുമൻ ഉപയോഗിച്ചുള്ള ഐറ്റം എന്ന് പറയുന്നത് അതാണ്. അതിൽ ബൈൻഡർ കോഴ്സ് എന്ന് പറയുന്നതാണ് ലോഡ് എടുക്കുന്ന വലിയ ഒരു 12 mm 20 mm 25 mm സൈസുള്ള അഗ്രിഗേറ്റ് ഇടുന്നതും. പിന്നെ സർഫസ് കോഴ്സ് എന്ന് വെച്ചാൽ അതിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ അതിൽ ചെറിയ 6 mm ഒന്നും കാണുമില്ല ബി സി ബൈൻഡർ കോഴ്സിൽ. അപ്പം അതിൻ്റെ പുറത്ത് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് മഴ കൂടിയ സ്ഥലത്താണ്. അപ്പം അതാണ് ഇങ്ങനെ 3 എണ്ണവും ഇരിക്കുന്നത്. നമുക്ക് ഇത് ഓരോന്നും ഓരോ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ടല്ലോ. ഓക്കെ, ഇതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഡിസൈൻ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ് ഒരു സ്ലൈഡ് കാണിച്ചല്ലോ. അതെന്ന് പറയുന്നത് PMGSY, പ്രൈം മിനിസ്റ്റർ ഗ്രാമ സഡക് യോജന, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാമീണ റോഡുകൾ, പഞ്ചായത്ത് റോഡുകളൊക്കെ ചെയ്യാൻ വേണ്ടി അതിലുള്ള ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ഈ റോഡ് കൺസ്ട്രക്ഷനിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ സൈറ്റ് ക്ലിയറൻസിലും എർത്ത് ഫില്ലിങ്ങിലും നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ നമ്മൾ ഈ സ്ലൈഡിൽ ഫില്ലിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ കട്ടിങ് ഏരിയയിൽ തന്നെ. പലപ്പോഴും ഫില്ലിംഗ് ഏരിയയിലാണ് ഈ ടോപ്പ് സർഫസ് അതിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലെവൽസും ഒക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മെറ്റലിങ്ങിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഫില്ലിംഗ് ഏരിയയിൽ എപ്പോഴും പുല്ല് പിടിച്ചും അങ്ങനെയൊക്കെ ഉണ്ടാവും, കട്ട് ചെയ്തൊക്കെ. അപ്പോൾ ടോപ്പ് സർഫസ് 15 സെന്റിമീറ്റർ സ്കാരിഫൈ ചെയ്യണം. സ്കാരിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ സ്കാരിഫൈ ചെയ്യാൻ വേണ്ടി പിക്കാക്സ് ഉണ്ടല്ലോ, പിക്കാക്സ് കൊണ്ട് ഇങ്ങനെ മാന്തുക, പിക്കാക്സ് കൊണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സ്കാരിഫൈ ചെയ്യാൻ വേണ്ടി വലിയ ഏരിയയിലാണ് ഇങ്ങനെ പിന്നെ നില ഉഴുതുന്ന ഒരു മെഷീനല്ലേ. അതുപോലെ ട്രാക്ടർ വലിയ ഏരിയയിലുണ്ടെങ്കിൽ വലിയ ഇതാണെങ്കിൽ ട്രാക്ടർ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു 15 സെന്റിമീറ്റർ എങ്കിലും, 15 അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ എങ്കിലും ഇതിൽ വലിച്ച് അത് പുറത്തിടണം. അടുത്ത ഈ വെജിറ്റേഷൻ ഗ്രോത്ത് അല്ല റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അത് എന്തുകൊണ്ടാണ്? അതപ്പോൾ നമുക്ക് പിന്നെ ഈ സൈറ്റ് ക്ലിയറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെറിയ വർക്കുകൾക്കാണ് അതിൻ്റെ പുറത്ത് മെറ്റലിങ്ങോട്ട് ഈ സ്കാരിഫൈ ചെയ്ത് അതിനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഇതിന് വേണ്ടി. പിന്നെ ഇടയ്ക്കൊന്നും ഈ ഫോറിൻ ബോഡി ഉണ്ടാകാൻ പാടില്ല. വെജിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വെജിറ്റേഷൻ അതിൻ്റെ ഇടയ്ക്ക് കിടന്നു പുല്ലൊക്കെ കിടന്ന് അത് കിടന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യണം. അത് ആവശ്യമാണ്. നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ ഇന്നത്തേക്ക് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ഇതുണ്ടല്ലോ, കോൺക്രീറ്റ് ചെയ്യേണ്ട അടുത്ത് PCC ഇടുമ്പോഴും നമ്മളിതേ ഇത് ചെയ്യല്ല, അതിൽ ഒരു ഇടിച്ചുറപ്പിക്കുകയും വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ എടുത്ത് കളയുകയും വേണം. ട്രീയും പിന്നെ വെജിറ്റേഷനും, അതായത് ചെടിയും മരവും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഈ റോഡിന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം ചെടി കട്ട് ചെയ്തു എന്നിട്ട് അതെല്ലാം 5 മരത്തിന് ഒരു റേറ്റാണ്, ചെടിക്ക്. അപ്പോൾ ആ ഗിർത്താണ് ഈ 30 സെന്റിമീറ്റർ എന്ന് കാണിക്കുന്നത്. അതിൻ്റെ സർക്കംഫറൻസ് അളക്കുമ്പോൾ, അതായത് താഴെ വേര് കഴിഞ്ഞ് വരുന്ന ആണല്ലോ മാക്സിമം ഗിർത്ത് വരുന്നത്. അത് 30 സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ അത് ട്രീ പിന്നെ വെജിറ്റേഷനും, 30ൽ കൂടുതലാണെങ്കിൽ ട്രീയുമാണ്.
പിന്നെ ഈ നാച്ചുറൽ സബ്ഗ്രേഡിൽ എത്ര താഴെ വരെ മരമോ എല്ലാം കിടക്കുന്നു എന്ന് വെച്ചാൽ വലിയ ഫോറസ്റ്റ് ഏരിയയിലാണ് 50 സെൻറ്റിമീറ്റർ വരെ താഴെ ഉള്ളതിൽ നിന്ന് ആ ട്രീ എടുത്ത് മാറ്റണം. മരത്തിൻ്റെ വേരുകൾ വലിയ ഇതുണ്ട്. വളരെ താഴെ കിടക്കുന്നതെങ്കിൽ പ്രോബ്ലം ഇല്ല. 50 സെൻറ്റിമീറ്റർ വരെയുള്ള സ്ഥലത്തോടെ എടുത്ത് മാറ്റണം. അതാണ് അത് മീൻ ചെയ്ത് പറയുന്നത്. മരമായാലും പിന്നെ മരക്കുറ്റി ആയാലും 50 ഫോറസ്റ്റ് ഏരിയ കൂടെ എടുത്തു, കണ്ടമാനം മരം അടിയിലിരിക്കുന്നു. അത് എല്ലായിടത്തിലും എടുക്കണോ? വേണ്ട. 50 സെൻറ്റിമീറ്റർ വരെ ഉള്ളത് എടുത്ത് മാറ്റണം. ഈ 30 സെൻറ്റിമീറ്റർ അതിൻ്റെ ഡയമീറ്ററിന് വേണ്ടിയാണ്. അതാണ് നെക്സ്റ്റ് ഇത്. അടുത്ത സ്റ്റെപ്പ്, ഈ എംബാങ്ക്മെന്റ് ഷുഡ് ബി ഫിൽഡ് ഇൻ ലെയേഴ്സ് നോട്ട് എക്സീഡിങ് 25 സെൻറ്റിമീറ്റർ. അത് എന്താണ്? അതായത് ഇപ്പം പിന്നെ നമ്മളിപ്പോൾ ലെവൽസ് എടുക്കുമല്ലോ, എൽ സെക്ഷൻ തയ്യാറാക്കുന്ന അറിയാമല്ലോ, അതിന് PLS പോയിന്റ് ഓൺ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ. അപ്പോൾ ആ PLS എങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ സാധാരണ ടിപ്പിക്കൽ ഒരു റോഡ് എടുക്കാം. നമുക്ക് കുറച്ച് പൊങ്ങിയ സ്ഥലത്തൂടെ പോയി അവിടെ താഴെ ഇറങ്ങി ഒരു വയൽ വന്നു. ആ വയലിൽ സാധാരണ ഒരു ടിപ്പിക്കൽ വയൽ പാഡി ഫീൽഡിൽ കൊയ്യുന്ന ആ ലെവലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1 മീറ്റർ വരെ വെള്ളം വരാൻ സാധ്യതയുണ്ട് നമുക്ക്, അല്ലേ? 4 വയൽ മാക്സിമം വെള്ളം, നല്ല മഴയത്ത് വെള്ളം പിന്നെ 1 മീറ്റർ. അതിനേക്കാൾ 1 മീറ്റർ പൊക്കത്തിൽ വേണം നമ്മൾ WBM നമ്മുടെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വരും. അത് പിന്നെ മാക്സിമം ഫ്ലഡ് ലെവലിൽ നിന്ന് 1 മീറ്റർ പൊങ്ങി. അപ്പോൾ 2 മീറ്റർ ലെവലിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ 2 മീറ്ററും കൊണ്ടുവന്ന് JCB കൊണ്ട് അങ്ങനെ ഇട്ടാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ഗ്രാമീണ റോഡുകളിൽ, പഞ്ചായത്ത് റോഡോ കോർപ്പറേഷൻ റോഡ്, അത് അങ്ങനെ ഇടാൻ പാടില്ല. 25 സെൻറ്റിമീറ്റേഴ്സ് ഡെപ്തിലിട്ട് അവനെ ലെവൽ ചെയ്ത് റോളർ ഓടിച്ച് കോമ്പാക്ട് ചെയ്തിട്ട് വേണം. അപ്പോൾ ലെയർ ഷുഡ് ബി ലെസ് ദാൻ 15 സെൻറ്റിമീറ്റർ. പണ്ടൊക്കെ 15 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് 25 സെൻറ്റിമീറ്റർ വരെ ആകാവും. അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ 25 to 15 അൺഈവൻ ഇതായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വേണം ചെയ്യണം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ദെൻ കോമ്പാക്റ്റഡ് നീറ്റ്ലി ബൈ പവർ റോളർ വിത്ത് പ്രോപ്പർ കൺസോൾട്ടേഷൻ. അതിൽ 97% പ്രോപ്പർ കൺസോൾട്ടേഷൻ വരുമ്പോൾ കൺസോൾട്ടേഷനും കോമ്പാക്ഷനും നമ്മൾ വ്യത്യാസം. കൺസോൾട്ടേഷൻ എന്താണ്? എന്താ യു ആർ സിവിൽ എഞ്ചിനീയർ. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് കൺസോൾട്ടേഷനും കോമ്പാക്ഷനും നമ്മുടെ എഞ്ചിനീയറിംഗ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല. വെള്ളം വളരെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുക. കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഔട്ട് ചെയ്ത് പോകണമെന്നില്ല. വാട്ടർ കണ്ടൻറ്റ് കീപ്പിംഗ് എന്ന രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ നമ്മളൊരു വെള്ളം ഒഴിച്ചു പോകാതെ ചെയ്യുന്നത് കൺസോൾട്ടേഷനും, വെള്ളമില്ലാതെ ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ കോമ്പാക്ട് ചെയ്ത് ആ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾ ഇതിനെ ഒരു ലെയറായിട്ട് എടുത്തു കഴിയുമ്പോൾ അത് കോമ്പാക്ഷൻ എന്നുള്ളത്. അപ്പം ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ പാടുള്ളൂ. ഓരോരോ ടൈപ്പ് ഓഫ് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയലിൽ നമ്മൾ ഹൈവേയിൽ വലിയ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഓരോ ഇതിനെടുത്തിട്ട് അതിൻ്റെ ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ സോയിൽ കൊണ്ടുപോയി കണ്ടുപിടിക്കും. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ടൈപ്പ് ഓഫ് ഇതിന് നിത്യ കുക്കിംഗ് വല്ലതും നടത്തുമോ? അപ്പോൾ പിന്നെ മാവ് കുഴയ്ക്കുകയാണെന്ന് വെച്ചു. മാവ് കുഴച്ച് പിന്നെ പുട്ടിന് മാവ് കുഴയ്ക്കാൻ വേണ്ടി, അപ്പോൾ പുട്ടിന് മാവ് കുഴയ്ക്കുന്നതിൽ വെള്ളം ചേർക്കുന്നത് പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ഇതിന് മാവിനും വ്യത്യാസമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആ പുട്ടായിട്ട് തന്നെ ആ സോളിഡ് സ്റ്റേജിൽ എത്തുന്ന ലെവലിൽ വരണം. വെള്ളം കൂടിപ്പോയാൽ എന്ത് പറ്റും? അത് പുട്ടിൻ്റെ മാവ് ദോശയുടെ മാവ് പോലെ ആയിപ്പോകും. അപ്പം ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ദാറ്റ് കോമ്പാക്റ്റഡ് മെറ്റീരിയൽ വിൽ നോട്ട് ഗീവ് ദ റിക്വയർഡ് മെറ്റീരിയൽ ലെവൽ. ഇൻസ്റ്റഡ് അത് വെള്ളം കൂടിയിട്ട് വരും. ലാസ്റ്റ് ഇത് പറയുന്നത് നമ്മൾ ഇന്ത്യ ആസ് ഒരു ഹോൾ ഇതെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ റോഡ് കൺസ്ട്രക്ഷൻ വളരെ വിഭിന്നമാണ്. മഴയുടെ ഇൻറ്റൻസിറ്റി ഇത്രയും കൂടിയിരിക്കുന്നു. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എല്ലാ മഴ പെയ്യാനുള്ള സാധ്യതയുള്ള സ്ഥലത്തും
അത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ എർത്ത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെയും 4% എങ്കിലും സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഫില്ല് ചെയ്യാൻ. അല്ല വെറുതെ ഹൊറിസോണ്ടലായിട്ട് ഇടരുത്. ഇത് ഇട്ടിട്ട് അടുത്ത് മെറ്റൽ ചെയ്യാൻ വേണ്ടി 1 മാസം 2 മാസം കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ താഴെ ഇറങ്ങും. കോമ്പാക്ഷൻ അത്ര എഫക്റ്റീവ് അല്ലെങ്കിൽ അത് ഇറങ്ങിയിട്ട് അതൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ഫീൽഡ് ഡെൻസിറ്റി ടെസ്റ്റ് എത്ര ഫ്രീക്വന്റിൽ ചെയ്യണം? അത് കോമ്പാക്ഷന് ശേഷം അല്ലേ? അതെ, കോമ്പാക്ഷന് ശേഷമാണെങ്കിൽ പിന്നെ ഒരു 100 മീറ്റർ 200 മീറ്റർ അത് ഡിപ്പെൻസ് ആണ് ഹൈവേയുടെ ഒരു രീതി അനുസരിച്ചും. മിക്കവാറും PPP വർക്കിൻ്റെ ഒക്കെ വലിയ വർക്കിലാണെങ്കിൽ ഈ ക്വാളിറ്റി ടെസ്റ്റ് എടുക്കുന്ന ഫ്രീക്വൻസി മെൻഷൻ ചെയ്തിരിക്കും. നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ തന്നെയും പിന്നെ പല ടെസ്റ്റുകൾക്കും ഇത്ര M³ ഇത് എന്ന് പറഞ്ഞ പോലെ ഇത് ലെങ്ത്തും ഏരിയ ആണ് കൂടുതൽ എടുക്കുന്നത്. ഇതിപ്പോൾ സാധാരണ PMGS റോഡുകളാണെങ്കിൽ 3.5 മീറ്റർ അല്ലേ ടാർസർ 360 അല്ലേ വരുള്ളൂ. മറ്റേ 7 മീറ്റർ ആണെങ്കിൽ അങ്ങനെ ആ M² ഇപ്പോൾ 2 വേ 7.5 മീറ്റർ ഉള്ള ഇതിലാണെങ്കിൽ ഒരു 100 മീറ്റർ വരുമ്പോഴത്തേക്കും ഒരു ടെസ്റ്റ്, അത് ഓരോ ടെസ്റ്റും ഓരോ സൈഡ് മാറി എടുക്കണം. ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ലൈറ്റ് സൈഡ് എടുത്ത് അങ്ങനെയാണ് ടെസ്റ്റിൻ്റെ ഫ്രീ മെൻഷൻ ചെയ്തിരിക്കും ഇതിൽ. ഈ ക്വാളിറ്റി കൺട്രോളാണ് റോഡ്സ് ഞാൻ ബുക്ക് തന്നില്ലേ, അപ്പോൾ ആ ബുക്കിലുള്ള ഈ ഫ്രീക്വൻസി ഓഫ് ഇത് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഫീൽഡിൽ ഇരിക്കുന്നവർക്ക് അതിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് എങ്കിലും ഏതെങ്കിലും ഒരിടത്ത് അത് എടുക്കാൻ പറ്റിയില്ല, ഇത് കുറഞ്ഞു പോയി, നെക്സ്റ്റ് സ്റ്റെച്ചിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൂടുതൽ എടുക്കണം. മനസ്സിലായോ? നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും റോഡ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഇടത്തല്ല. ഒരിടത്ത് നമ്മളിങ്ങനെ കോമ്പാക്ട് ചെയ്തു, അവിടെ വലിയ കടയും ഇതൊക്കെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്കിനി അവിടെ പോയി കുഴിയെടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. സോ അത് മാറ്റണം. അങ്ങനെ ഇത് മാറ്റിക്കഴിഞ്ഞാലും ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ആ ഫ്രീക്വൻസി വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റും മാച്ച് ചെയ്ത് വരണം. ഈ റോഡ് കൺസ്ട്രക്ഷനിൽ പല ലെയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ് സബ്ഗ്രേഡ്. അപ്പോൾ ആ സബ്ഗ്രേഡിൽ എന്ത് റിക്വയർമെൻറ്റ്സ് ആണ് ഉള്ളത്? അതിൻ്റെ റിക്വയർമെൻറ്റ്സ് സബ്ഗ്രേഡ് നമുക്ക് ഇതിൽ നാച്ചുറൽ സബ്ഗ്രേഡാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഇത് കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ്. അപ്പോൾ അതായത് ഈ നാച്ചുറൽ സബ്ഗ്രേഡ് ഇത് പലപ്പോഴും ഹൈവേക്കാണ് വേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ സാധാരണ റോഡ് ഓടിയ പണിയാണെങ്കിൽ നാച്ചുറൽ സബ്ഗ്രേഡ് പിന്നെ ഓക്കെ ആണെങ്കിൽ അത് അതിൽ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ റിസൾട്ടൊക്കെ ആയി, വലിയ ക്ലേയും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നാച്ചുറൽ സബ്ഗ്രേഡ് വരുമ്പോൾ പിന്നെ ക്ലേ 1 മീറ്റർ വരെ ഉള്ള ഡെപ്തിൽ ക്ലേ ഉണ്ടെങ്കിൽ അത് മുഴുവൻ മാറ്റണം. അതായത് ക്ലേ അടിയിലുണ്ടെന്ന് നമുക്ക് സംശയമുള്ളിടത്ത് പാഡി ഫീൽഡിലൂടെ ആണെങ്കിൽ അത് മാറ്റണം. അപ്പം അങ്ങനെ പാഡി ഫീൽഡ് ഉള്ള സ്ഥലത്ത് നമ്മൾ 1 മീറ്ററോളം മാറ്റി നമ്മൾ, അല്ലെങ്കിൽ നമുക്കൊരു സംശയം 1 മീറ്റർ മാറ്റിയെങ്കിൽ ചില സ്ട്രക്ചർ നമ്മൾ ചെക്ക് ചെയ്യാത്തടത്ത് അതിൽ 1 മീറ്റർ താഴെ ഉണ്ടാവും. അങ്ങനെ ഉള്ളിടത്ത് ഈ ഒരു കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ്, അങ്ങനെ ഒരു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത നാച്ചുറൽ സബ്ഗ്രേഡ് ഉള്ളിടത്താണ് ഈ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് ട്രീറ്റ് ചെയ്ത് ഇടുന്നത്. നമുക്ക് വളരെ വളരെ കട്ടിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് റോഡ് പോകുന്നത്, നമുക്കറിയാം. അത് വളരെ കോമ്പാക്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡിൻ്റെ ആ ഐറ്റം സ്കിപ്പ് ചെയ്യും. മനസ്സിലായോ? അത് അപ്പോൾ ഈ കോമ്പാക്ട് സബ്ഗ്രേഡിൽ അത് വായിച്ചാൽ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? Top 30 centimeter of embankment or cutting area is called subgrade എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് ഏരിയയിൽ നമ്മളത് സ്കിപ്പ് ചെയ്യും. എംബാങ്ക്മെന്റ് ആണെങ്കിൽ 30 സെന്റിമീറ്ററിൽ ഇത് ചെയ്യും. The compaction should satisfy 100% standard proctor density or 1% variation is allowed. അപ്പോൾ ഈ പ്രോക്ടർ ഡെൻസിറ്റി നമ്മൾ 100% എന്ന് പറയുന്നത് ഇതിൽ ഈ സബ്ഗ്രേഡിൽ 100% ആയിരിക്കും. നമ്മൾ നാച്ചുറൽ സബ്ഗ്രേഡ് നോക്കിയപ്പോൾ 97% ആയി. ഈ പെർസെൻറ്റേജ് വരുന്നത് ഉള്ളി ഇത് പോറോസിറ്റി. അത് ഇത് കോമ്പാക്റ്റഡ് സബ്ഗ്രേഡിൽ 100% പ്രോക്ടർ ഡെൻസിറ്റി വേണം. 1% വേരിയേഷൻ ഈസ് അലൗഡ്. അതായത് ഏതെങ്കിലും ഒരിടത്ത് 99 ആയതുകൊണ്ട് ഇത് ചെയ്യണം. മറ്റല്ലെങ്കിൽ 100% അല്ല, 97% ആണ് പലയിടത്തും കിട്ടുന്നത്. 98 ഒക്കെ കിട്ടി. അപ്പോഴത്തേക്കും നമ്മൾ പറയും ആ ലെയറിൽ എഗെയിൻ ഈ 30 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററോ റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇത് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ സബ്ഗ്രേഡിൽ
അവൈലബിൾ മെറ്റീരിയൽ ഇട്ടിട്ടാണ് നമ്മൾ ട്രീറ്റഡ്. അപ്പോൾ അതിൽ നമുക്ക് തോന്നുന്നു കുറച്ച് ക്ലേ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ സാൻഡി ഇത് കൂടുതലാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ കോസ്റ്റൽ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ മണൽ മാത്രമായിരിക്കില്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആ മണൽ മാത്രമാണെങ്കിൽ അവിടെ കുറച്ച് ഈ സ്ലറി വരുന്ന, അതായത് നമ്മൾ ചുടുകല്ല് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലേയോ അല്ലെങ്കിൽ ഇതുണ്ട് സാധാരണ എർത്ത്, അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മിനിമം ഒരു കോഹസ്യൂ ഇത് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ 5% വരെ സിമെന്റ് ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് നീറ്റായിട്ട് ചെയ്യുന്നത്, ഞാനിപ്പം ബൈപ്പാസിലൂടെ പോയപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടില്ലേ, പോർട്ടിൽ നിന്ന് NH കണക്ട് ചെയ്യുന്നുണ്ട്, മുക്കോലയ്ക്ക് താഴെ കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ അതിലെ പോയപ്പോൾ ഞാൻ നിർത്തി ഫോട്ടോ എടുത്തു. ചില വീഡിയോയും വരുന്നുണ്ട്, ഈ തമ്പാൻ ബ്ലോഗ് എന്ന് പറഞ്ഞത്, അതിലും കാണിക്കുന്നുണ്ട്. അവിടെ അവരുപയോഗിക്കുന്നത് എന്താ, സീയിൽ നിന്ന് കണ്ടമാനം ഡ്രഡ്ജിങ് ചെയ്ത് മണലുണ്ട്. അപ്പോൾ മണലിൽ അവർ പിന്നെ കുറേ എർത്തോ അതുപോലെയൊക്കെ ആഡ് ചെയ്ത്, മണൽ മാത്രമായിട്ട് കോമ്പാക്ട് ചെയ്ത് കോമ്പാക്ഷൻ കിട്ടത്തില്ല, അറിയാമല്ലോ. അപ്പോൾ ഇത് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു സിമെന്റ് ഇട്ടിട്ട് നീറ്റായിട്ട് അവരെനിക്ക് തോന്നുന്നു 10 സെൻറ്റിമീറ്ററൊക്കെ ലെയർ എടുക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് കൂടുതൽ സാൻഡി പാർട്ട് വന്നതുകൊണ്ട് കോമ്പാക്ഷൻ നല്ല എഫക്റ്റീവ് കോമ്പാക്ഷൻ കിട്ടാൻ വേണ്ടി 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റോളർ മതി. മറ്റേ 20-22 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വൈബ്രേറ്റർ റോളർ വേണം. 10 സെൻറ്റിമീറ്റർ വൈബ്രേറ്റർ പറഞ്ഞാൽ അത് അങ്ങ് സ്പ്രെഡ് ഔട്ട് ആയിക്കും. മനസ്സിലായോ? എക്സ്പാൻസീവ് ക്ലേ ഈസ് നോട്ട് അലൗഡ് അല്ലേ? അതായത് പിന്നെ ക്ലേ ചില ലോഡിങ് സമയത്ത് പിന്നെ ഒഴുകും, അതുപോലെ വലുതാവും, ചുരുങ്ങും. വെയിൽ സമയത്ത് പിന്നെ നല്ല വെയിലുള്ളപ്പോൾ ചുരുങ്ങിയിട്ട് ക്രാക്ക് വരും. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കുളത്തൂർ ഹൈസ്കൂളിൽ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ 2-3 എനിക്ക് തോന്നുന്നു 500-600 മീറ്റർ വരെ വരമ്പിൻ്റെ അവിടെ കൂടെ പോയി അപ്പുറത്തെ ഫുട് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടായിരിക്കും സ്കൂളിൽ കാണും. നമ്മളിവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്കൂൾ കാണാം, പക്ഷെ ഇതിൽ വരമ്പിൽ കൂടെ എല്ലാം കൃഷി ചെയ്തിരിക്കപ്പെട്ടാവും. അപ്പോൾ മാർച്ച് പരീക്ഷ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം അപ്പം ഇതിൽ ചിലർ ചാടിപ്പോവും പതിഞ്ഞു പോകുമെന്ന് അറിയാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വയലിൽ വിട്ട് ജോയിന്റ് വരും. അത് ആ ക്ലേ സ്രിങ്ക് ചെയ്തതാണ് ബിക്കോസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ ആ സ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ എക്സ്പാൻഷൻ എന്ന അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് എക്സ്പാൻസീവ്. വെള്ളമോ മഴയോ ടെമ്പറേച്ചർ താഴുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കുറയുമ്പോൾ സ്രിങ്ക് ചെയ്യും. അതാണ് മീൻ ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്പാൻസീവ് ചെയ്യുന്ന ക്ലേ അത് പലപ്പോഴും നമ്മുടെ വയലിൽ കാണുന്ന ക്ലേ തന്നെയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് നോട്ട് അലൗഡ് ഇട്ടേക്കുന്നത്. If clay is noticed up to 50 centimeter depth, subgrade, remove and refill with 50 centimeter depth എന്ന് പറയുന്നത് സാധാരണ PNGSY റോഡോ ODR റോഡിനാണ്. MDR ഹൈവേക്ക് അത് 50 അല്ല, 1 മീറ്ററിൽ കൂടുതൽ നമ്മൾ എടുക്കും. ഈ CBR എന്ന് വെച്ചാൽ എന്താണ്? കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ. അതായത് ഇത് ഒന്നുമല്ല, ഈ പിന്നെ നമ്മുടെ പൈലിങ്ങിന് വേണ്ടി സോയിൽ ടെസ്റ്റ് നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? എൻ വാല്യൂ എന്ന് പറയും. അതായത് ഒരു 15 സെൻറ്റിമീറ്റർ താഴാൻ വേണ്ടി എത്ര നമ്പർ ഓഫ് ഫ്ലോ കൊടുക്കണം, അതേപോലുള്ള ഒരു കണക്കാണ് ഇതുപോലെ. അതിൻ്റെ വ്യത്യാസമുണ്ട്. റോഡിലോട്ടുള്ള അത് ഒന്ന് കുത്താൻ വേണ്ടി എത്ര എഫർട്ട് കൊടുക്കണം എന്നുള്ള. അപ്പോൾ അത് CBR വാല്യൂ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ കോമ്പാക്റ്റഡിലാണെങ്കിൽ CBR വാല്യൂ കൂടണം. ഈ ഹൈവേ റോഡ്സിലും ഈ റൂറൽ റോഡ്സിലും ഈ CBR വാല്യൂവിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഡിഫറൻസ് ആണോ, സെയിം ആണോ? റോഡും അതിൻ്റെ ഐറ്റവും അനുസരിച്ചാണ്. അതായത് പിന്നെ സബ്ഗ്രേഡിന് CBR ടെസ്റ്റ് നടത്തും നമ്മൾ. പിന്നെ മെറ്റലിംഗ് പാർട്ടിനും എടുക്കും. പ്രിഫേർഡ് വാല്യൂ 10 ആണ്. മിനിമം 5 വേണം. നമ്മളിപ്പോൾ സബ്ഗ്രേഡിൻ്റെ ഐറ്റമാണല്ലോ ചർച്ച ചെയ്യുന്നത്. മിനിമം 5. ഇഫ് ലെസ് ദാൻ 5 ഇംപ്രൂവ് ബൈ സബ്ഗ്രേഡ് ബൈ ആഡിങ് അഡിക്റ്റീവ്സ്. ലെസ് ദാൻ 5 ഉള്ള വരുന്നിടത്താണ്
ഞാൻ ഈ വിഴിഞ്ഞത്തിൻ്റെ കേസ് പറഞ്ഞാൽ അത് ചിലപ്പോൾ മണൽ മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ 5 താഴെയായിട്ട് വരും. അവിടെ അഡിറ്റീവ്സ് ആയിട്ട് നല്ല സാധനം സിമെൻ്റാണ്. അപ്പോൾ സിമെൻറ്റ് കോസ്റ്റ്ലിയർ ആയതുകൊണ്ട് സിമെൻറ്റിന് കൂടുതൽ ഉപയോഗിക്കാൻ ഒക്കില്ല. അതിന് 5% ഇട്ട് മറ്റേ ഐറ്റവും ഏതെങ്കിലും കൂടെ ഫൈൻ സാൻഡോ അല്ലെങ്കിൽ ഫൈൻ ഗ്രാനൈറ്റിൻ്റെ സ്ലറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേ ആയിരിക്കാൻ പാടില്ല, അല്ലാത്ത സ്ലറി. ഈ ഡ്രെയിനേജ് സിസ്റ്റം റോഡ് കൺസ്ട്രക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ സർഫസ് ഡ്രെയിൻ ആൻഡ് ഈ സൈഡ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ സ്ലൈഡ് കാണിച്ച് 2019 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ മെയിൻ ഇഷ്യൂ അതാണ്. ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കണം എന്ന് ക്ലാസ്. നമ്മൾ ഏറ്റവും മഴ കൂടിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പിന്നെ റോഡ് ഡ്രെയിനേജ് പ്ലാൻ ഉണ്ടാക്കും. റോഡിൻ്റെ ഒരു പ്ലാൻ എടുത്തു. പ്ലാനും എൽ സെക്ഷൻ അറിയാമല്ലോ. എന്താ എൽ സെക്ഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. റോഡിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ കിട്ടുന്ന ആ സെൻട്രൽ പോയിന്റിൽ PLS എന്ന് പറയും, പോയിന്റ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. നമ്മൾ പിന്നെ റോഡിൽ എപ്പോഴും ക്രോസ് സെക്ഷൻസ് എടുക്കും. ഈ ക്രോസ് സെക്ഷൻ ഷുഡ് ബി ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ റോഡ് മൂവ്മെൻറ്റ്. ഇപ്പോൾ റോഡൊന്ന് വളഞ്ഞാണ് പോകുന്നതെങ്കിൽ ആ വളവിലുള്ള കൃത്യം 90 ഡിഗ്രി. മനസ്സിലായോ? അല്ലാതെ വെറുതെ ഒരു സ്ട്രൈറ്റിൻ്റെ ഇതല്ല. കർവാണെങ്കിൽ ഇങ്ങനെ 90 ഡിഗ്രി. ആ ക്രോസ് സെക്ഷനിൽ ഒരു PLS പോയിന്റ് ആണ് ലോഞ്ചിട്ടുണ്ട്. ഈ പോയിന്റ് PLS വെച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ റോഡ് ഒരു കുന്നിൽ കയറി താഴെ ഇറങ്ങി പിന്നെ വയലിൽ ഹൊറിസോണ്ടലായിട്ട് പോകുന്നു. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ആ കുന്നിൻ്റെ പുറത്താണ് നമ്മൾ ഡ്രെയിനേജ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ കുന്നിൽ നിന്നാണ്. കുന്നിൻ്റെ അവിടെ വെച്ചിട്ട് ആ ഒരു 10 മീറ്റർ വരെ വെള്ളം കുന്നിൽ സപ്പോസ് സൂപ്പർ എലിവേഷനുള്ള ഇതാണെന്ന് വെച്ചോളൂ, ചരിവുള്ള സൂപ്പർ എലിവേഷൻ. അതൊക്കെ നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ചരിവുള്ള ആ സ്ഥലത്താണെങ്കിൽ ഒരു സൈഡിലോട്ടായിരിക്കും വെള്ളം കൂടുതൽ വരുന്നത്. അപ്പം നമ്മളൊരു 50 മീറ്റർ എടുക്കുക. അവിടെ നിന്ന് റിഡ്ജിൽ നിന്ന് ഒരു 50 മീറ്റർ മാറിയാകുമ്പോൾ 50 മീറ്റർ നീളം, ഈ ചിലപ്പം 10 മീറ്റർ ആയിരിക്കും റോഡ് വിട്ട്, അതിലൊരു 9 മീറ്ററിൻ്റെയും വെള്ളം ഇവിടെ വരുന്നു. അപ്പോൾ ആ ഏരിയയിൽ വരുന്നു. പലപ്പോഴും ചില റോഡുകളിൽ വീടില്ലെങ്കിലും പ്രോപ്പർട്ടി മുകളിലാണെങ്കിലും കുറേ കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടിയുടെ കുറച്ച് വെള്ളവും കൂടെ ഇങ്ങോട്ട് വീഴും. അപ്പം ഇതിൻ്റെ ഒരു നമുക്കൊരു മാക്സിമം റെയിൻ വരുന്നതിൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ. ആ കണക്കൊക്കെ നമ്മൾ എടുക്കുന്നതിൽ ഒരു ഡ്രെയിൻ ഈവൻ 10 മീറ്ററെങ്കിലും കഴിഞ്ഞ ഉടനെ ഒരു ഡ്രെയിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡ്രെയിനിൻ്റെ സൈസാണോ ചോദിച്ചത്? അല്ല, അതിൻ്റെ ആവശ്യകത അത് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകണം. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അവിടുന്ന് ഡ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഡ്രെയിൻ കണക്ട് ചെയ്ത് താഴെ വയലിൻ്റെ കൾവത്തുണ്ടെങ്കിൽ കൾവത്തിൽ അവിടം വരെ പോകണം. ഇത് കൾവത്തിൽ നിന്ന് ക്രോസ് ചെയ്ത് മറ്റേ സൈഡിൽ പോകും. നമ്മളിതിൽ GSP ഡ്രെയിനേജ് ലെയർ പറയുന്നു. ആ ഡ്രെയിനേജ് GSP എന്ന് വരുന്ന വെള്ളവും ഈ ഓടയിൽ കയറത്തക്ക രീതിയിൽ അവിടെ ഒരു പൈപ്പോ ഹോളോ കൊടുക്കണം ഓടയിൽ. ഓടയുടെ സൈഡ് വാളിൽ. നമ്മൾ ഈ റോഡ് കൺസ്ട്രക്ഷനിലെ ലെയേഴ്സിൽ 3ാമത്തെ ലെയറാണ് ഈ സബ് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ഈ ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രാനുലാർ സബ് ബേസ് ഈസ് പ്രിഫേർഡ് ഓവർ ദ വാട്ടർ ബോർഡ് മെക്കാഡം. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ 80-ലാണ് PWD ജോയിൻ ചെയ്തത്. അതിനും മുതലുള്ള നമ്മൾ പിന്നെ MDSS മദ്രാസ് ഡീറ്റെയിൽഡ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കൺസ്ട്രക്ഷനാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്. റോഡ് ഇതിലെ ബേസിസിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമ്മുടെ IS കോഡും നാഷണൽ ബിൽഡിംഗ് കോഡും ഒക്കെ വേറെ. ആ MDSSൽ മെറ്റലിങ്ങിന് MDSS മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നല്ലോ. ഇന്ത്യ പിന്നെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാരാണല്ലോ ഭരിച്ചിരുന്നത്. അപ്പം മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലായിരുന്നു കേരളത്തിൻ്റെ നോർത്തേൺ ഭാഗം. ഭാരതപ്പുഴയ്ക്ക് മുകളിലുള്ള മലബാർ മേഖല ഇതിനായിരുന്നു. അവിടെ കൊച്ചി രാജാവ്, ഇവിടെ തിരുവിതാംകൂർ രാജാവ് ഉണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുമായിരുന്നു. മനസ്സിലായോ? അതിൻ്റെ ചരിത്രമൊക്കെ നോക്കിയാൽ മതി. രാജാവ് കോംപ്രമൈസ് ചെയ്ത് അതുകൊണ്ട് ദിവാന്മാർക്ക് രാജപ്രമുഖർക്കും ബ്രിട്ടീഷുകാരുടെ ദേഷ്യമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ
ഇതങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ കിട്ടിയത് MDSS, അതിൽ WBM പറഞ്ഞിട്ടുണ്ട്, വാട്ടർ ബൗണ്ട് മക്കാഡം റോഡ്. മക്കാഡം പഴയ റോഡ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 mm മെറ്റൽ എടുത്തു. അത് ചിലപ്പോൾ ഫസ്റ്റ് ലെയർ 36-നേക്കാൾ കുറച്ചുകൂടെ വലിയ ഇതായിരിക്കും. സെക്കൻഡ് ലെയറിൽ 36 അതിന് ചെറുതായിരിക്കും. അത് പിന്നെ എടുത്തു. അതിൻ്റെ ഒരു ബൈൻഡിങ് മെറ്റീരിയലുണ്ട്. ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ സ്ലറിയാണ് ഉപയോഗിക്കുന്നത്. ചെമ്മണ്ണിൻ്റെ പൊടി ഇട്ട് ഇത് വെള്ളം ഒഴിച്ചാണ് ഇതിൻ്റെ കോമ്പാക്ഷൻ നടത്തുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും റോളറിൻ്റെ ഇതിൽ. ഒരാളിങ്ങനെ തുടച്ചുടച്ച് ഇങ്ങനെ അങ്ങനെ വെള്ളം. ഈ വാട്ടർ ബൗണ്ട് മക്കാഡം റോഡ് പിന്നെ ഫ്ലഡ് ലെവലിൽ നിന്ന് 1 മീറ്റർ താഴെ വേണം, 1 മീറ്റർ മുകളിൽ വേണം പണിയാൻ. അതായത് ഫ്ലഡ് ലെവൽ ഈ റോഡേക്കാളും താഴെ വേണം നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വയലിലൂടെ റോഡ് പണിയുമ്പോൾ ഒരു ടിപ്പിക്കൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ഒരു വയലിൽ വെള്ളം മാക്സിമം വരാമെന്നുള്ളത്, വെള്ളം കെട്ടാമെന്നുള്ള 1 മീറ്റർ പൊക്കത്തിലായിരിക്കും. നമ്മൾ 2 മീറ്റർ പൊക്കത്തിൽ റോഡ് പണിയും. അപ്പോൾ എപ്പോഴും 1 മീറ്ററിൽ ഈ വാട്ടർ ബൗണ്ട് മക്കാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീത്തയാവും. അപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ടാർ ചെയ്തു, നല്ലവണ്ണം ടാർ ചെയ്തു എന്ന് വെച്ചോ. എങ്കിലും പിന്നെ ടാറ് അന്നേരം ചിപ്പിംഗ് കാർപ്പറ്റാണ് ചെയ്യുന്നത് 20 mm. അതൊരു പിന്നെ റോഡ് ബെയറിങ് ഐറ്റം അല്ല ആക്ച്വലി. ചിപ്പിംഗ് കാർപ്പറ്റ് ഈസ് ഓൺലി പ്രൊട്ടക്റ്റിംഗ് ഇൻ ദ WBM സർഫസ് ഫ്രം ഡിസിൻറ്റഗ്രേഷൻ. അത് പൊടിഞ്ഞ് അല്ലെങ്കിൽ ലോഡ് കയറി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് ഇതേ ഉള്ളൂ. ഇതിൻ്റെ ലോക്കൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് WMM ആണ് പോകുന്നത്, വെറ്റ് മിക്സ് മക്കാഡം. ഇപ്പോൾ 36 mm റോഡ് സ്ലറി ഇല്ല, പകരം ഇത് MFLൻ്റെ പിന്നെ 1 മീറ്റർ വ്യത്യാസത്തിൽ ആയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇപ്പം പണ്ടൊക്കെ ഈ WBM ആണ് നമ്മൾ റോഡ് കൺസ്ട്രക്ഷനെ യൂസ് ചെയ്തത്. ഇപ്പം വെറ്റ് മിക്സ് മക്കാഡം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്. അത് 1987 പിന്നെ PWD IRC സ്പെസിഫിക്, IRC കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ ഏഷ്യയിൽ നമ്മൾ പറയുമ്പോൾ ചൈനയും ജപ്പാനും ഒഴിച്ച് റഷ്യയും നമുക്ക് അറിഞ്ഞുകൂടാ, റഷ്യയുടെ ടെക്നോളജി. ബാക്കി ഏഷ്യയിലുള്ള മറ്റെല്ലാ രാജ്യങ്ങളും റോഡ് കൺസ്ട്രക്ഷന് ഫോളോ ചെയ്യുന്നത് IRC സ്പെസിഫിക്കേഷനാണ്. ഈവൻ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ ഇന്ത്യൻ ഓഷ്യനെ ഫേസ് ചെയ്തിരിക്കുന്ന പകുതിയോളം സ്റ്റേറ്റുകൾ, കാരണം അവിടെയും ടോപ്പോഗ്രാഫി നമ്മളെപ്പോലെ വെജിറ്റേഷൻ, ഹൈ വെജിറ്റേഷനും റെയിൻ നമ്മുടെ കേരളത്തിലുള്ളതിൻ്റെ അടുപ്പിച്ചുള്ള വെയിറ്റ്, അവരെല്ലാം ഫോളോ ചെയ്യുന്ന IRC സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ കേരള സംസ്ഥാനം ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് യുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശം അല്ലാത്തതുകൊണ്ട് MDSS ഫോളോ ചെയ്തു വന്നു. അപ്പോൾ 80 മുതൽ ഞങ്ങൾ സർവീസ് കയറിയിട്ട് ഞങ്ങളുടെ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന IRC സ്പെസിഫിക്കേഷൻ, നല്ല സ്പെസിഫിക്കേഷൻ ഇവിടെ കിടക്കുന്നു, നമ്മളെന്തിനാ ഈ MDSS അങ്ങനെ. പക്ഷേ 87 വന്നപ്പോൾ അപ്പോൾ വെറ്റ് മിക്സും പറഞ്ഞു, പിന്നെ ഈ വാട്ടർ ബൗണ്ടും പറഞ്ഞു. വെറ്റ് മിക്സ് ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 mm, 12 mm, 20 mm, 12 mm ഡിഫറെൻറ്റ് ഗ്രേഡ്. അപ്പോൾ അതിൻ്റെ സ്റ്റീവ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ അറിയാം. അതിന് കൂടെ പാറപ്പൊടിയും വേണം. അപ്പോൾ 87 നമുക്ക് ക്വാറി ഇല്ല. ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രേമികൾ ക്വാറി വന്നുകൊണ്ടാണ് ഇവിടെ കാലാവസ്ഥ എന്ന് പറയും. ഞാൻ പറയാം ഇതൊന്നുമല്ല, ക്വാറി നമ്മൾ ഒട്ടുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും, ഞാൻ പഠിച്ച സ്കൂള് പൊഴിയൂർ UPSൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ പാറ പൊട്ടിച്ച ഇത് ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കുന്ന ദിവസങ്ങളിൽ സൺഡേ സാറ്റർഡേ പാറ പൊട്ടിച്ചോണ്ട് പോകും. അതായത് ഒരു ലോ ഒരു ചെറിയ ഇതേ ഉള്ളൂ, അല്ലാതെ ഒരു ക്വാറി എന്ന് പറഞ്ഞാൽ ഈ ക്വാറി കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോഴേ ഈ പാറ ഈ ഇപ്പം നമ്മൾ കാണുന്ന പിന്നെ ക്വാറി ഡസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ 6 mm ഫൈൻ പാർട്ടിക്കിൾ കിട്ടുകയുള്ളൂ. മറ്റത് കിട്ടാനില്ല. ഉള്ളതെല്ലാം ഈ ചെമ്മണ്ണും ചെളിയുമാണ്. അപ്പോൾ അതുകൊണ്ട് വെറ്റ് മിക്സ് ഇങ്ങനെ ഇല്ലെങ്കിൽ 2000 കഴിഞ്ഞു വെറ്റ് മിക്സ് നമുക്ക് ഐറ്റം കിട്ടാൻ വേണ്ടി. പിന്നെ വെറ്റ് മിക്സിൽ വെച്ചാൽ ഇതിന് കോൺക്രീറ്റ് മിക്സർ മെഷീൻ ഇല്ലേ, അതേപോലെ ഈ എല്ലാ ടൈപ്പ് വെറ്റിലും കൊണ്ട് നിന്ന് കറക്കണം. വെറ്റ് മിക്സ് ആദ്യം സൈറ്റിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഉണ്ട്, പിന്നെ വർക്കല പാരിപ്പള്ളി റോഡിൽ CRF ആണ് വെറ്റ് മിക്സ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിച്ച് ഇത് 148 കോൺക്രീറ്റ് ആണെന്ന് വിചാരിച്ചു. പാറപ്പൊടിയും ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ എല്ലാം കൂടെ സ്വല്പം വെള്ളം ഇടണം. അത് കോൺക്രീറ്റിൻ്റെ കുറച്ച് വെള്ളം ഇട്ട് കഴിഞ്ഞപ്പോൾ പാറപ്പൊടി. അപ്പോൾ ഒരാൾ പറയാണ്
നിങ്ങൾ നല്ലവണ്ണം ചെയ്യുന്നു, കുറച്ചുകൂടെ സിമെൻറ്റ് ഇടാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സിമെൻറ്റേ ഇട്ടിട്ടില്ല. പിന്നെ ഈ 148 അവർ കോൺക്രീറ്റ് സൈഡിൽ ഇട്ടു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പം അന്നേരം 2004 ആ 2004 ആയപ്പോഴാണ് പാറപ്പൊടി കിട്ടി തുടങ്ങിയത്. പാറയിൽ നിന്ന് ലോഡുകൾ വന്നു തുടങ്ങിയത്. മറ്റേത് കോവളത്തൊക്കെ അവിടെ പെണ്ണുങ്ങളിരുന്ന് റോഡ് സൈഡിലിരുന്ന് മെറ്റൽ ക്രഷ് ചെയ്യും. പാറ അപ്പുറത്തൊരു പാറയിൽ നിന്ന് ആരെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ പൊട്ടിക്കുക, പാറ കൊണ്ടുവരും. അങ്ങനെ വെറ്റ് മിക്സ് കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇത് വ്യാപകമായി തുടങ്ങിയത്. ഇതിൽ ഈ സബ് ബേസ് തന്നെ ഈ 3 ഗ്രേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രേഡ് 1, 2, 3. അപ്പോൾ അതിൽ ഏതൊക്കെ ടൈപ്പാണെന്ന് പറയാമോ? അത് ഇതല്ല GSP 3 ഗ്രേഡില്. അതിൽ പിന്നെ അതിൻ്റെ ഗ്രഡേഷനാണ് ഇട്ടിരിക്കുന്നത്. സീവ് അനാലിസിസ് അറിയാമല്ലോ, നമ്മളതിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഈ അതായത് ഗ്രേഡ് 1 ഇതിപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഈ GSP തന്നെ 2-3 ലെയർ ഇടേണ്ടി വരുമ്പോഴാണ് ഈ ഗ്രഡേഷനിലുള്ളത് ഇടുന്നത്. ഇത് വലിയ മെറ്റലും മറ്റ് കുറച്ച് മിഡിലും മറ്റ് സ്മോളായിട്ടുള്ളതും കൂടെ ചേർന്നുള്ള പല ഗ്രഡേഷനുകൾ, ഒരേ സൈസ് മാത്രമല്ല പല ഗ്രഡേഷനുകൾ. പിന്നെ ഇത് സാധാരണ റോഡുകൾ, അതായത് ODR അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡ്, PMGSY റോഡിന് ഇത് GSPയിൽ ഏതെങ്കിലും ഒരു ഇതേ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഗ്രേഡ് 2 ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ 3 ലെയറും ഇടേണ്ടി വരുമ്പോൾ ഇതൊരു ഫസ്റ്റ് ഗ്രേഡ് 1 എന്ന് പറയുന്നത് അതിലെഴുതിക്കുന്നുള്ള 75 mm സൈസിലുള്ള മെഷാണ്. അത് 100% പാസ് ചെയ്യണം. അപ്പോൾ ദർ ഷുഡ് നോട്ട് ബി എനി മെറ്റൽ ഈക്വൽ ടു ആർ ഹയർ ദാൻ 75 mm. 75 mm ഉള്ള സീവിലൂടെ 100% പാസ് ചെയ്യണമെന്നാണ് കിടക്കുന്നത്. അപ്പോൾ 75 mm അതിനേക്കാളും വലിയ സൈസോ ഒന്നുപോലും പാടില്ല. നെക്സ്റ്റ് സീവ് ഇതിൽ വരുന്നത് 26.5 mm ഇതിൻ്റെ ഗ്രേഡ് 55 to 75% പാസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 55 to 75 നമ്മൾ ആവറേജ് എടുക്കാം, ഒരു 65% താഴോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ 35% ഓഫ് മെറ്റീരിയൽ ബ്രോക്കൺ സൈസ് 26.5 mm ആൻഡ് എബവ് ആയിരിക്കണം. ക്ലിയർ ആയോ? 35% സാധനം 26.5 mm എന്ന് പറഞ്ഞാൽ നമ്മുടെ 20 mm കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന 20 mm വലുത്, അതിനേക്കാളും വലുത്. അത് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് വി ക്യാൻ സേ 36 mm സൈസും 75 mm. 3 സൈസാണ് സാധാരണ, 3-4 സൈസാണ് നമുക്ക് മെറ്റൽ അവൈലബിൾ ആയിട്ടുള്ളത്. 75 mm സോളിഡ് സ്റ്റോൺ, 36 mm മെറ്റലിങ്. 36 mm കറക്റ്റ് സൈസ് ഞാൻ ഒരു ബ്ലോക്ക് ചെയ്തപ്പോൾ 36 mm കറക്റ്റ് വലിയ സൈസ് വരും. അപ്പോൾ എൻ്റെ ഓവർസിയറും എൻ്റെ കോൺട്രാക്ഷൻ സാർ ഇത് ഈ സൈസ് എവിടെ നിന്ന് കിട്ടും? ഞാൻ പറഞ്ഞു നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കും, 36 mm കറക്റ്റ് സ്പെസിഫിക്കേഷനിൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ തമാശ, സാർ അവിടെ 36 mm മാത്രമല്ല, റെയിൽവേക്ക് ഇല്ലല്ലോ, കക്കൂസ് ഇല്ലല്ലോ, വേറെ പല സാധനങ്ങൾ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നത് തമാശ പറഞ്ഞ. അപ്പം അത് റെയിൽവേ ആണ് ഈ ഗ്രഡേഷനും ക്വാളിറ്റിയും 100% കറക്റ്റായിട്ട് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഏജൻസി. എനിക്കെപ്പോഴും റോഡ് കൺസ്ട്രക്ഷനിൽ അറിയാം, NH നന്നായിട്ട് ചെയ്യുന്നു, PWD ഒരു ആവറേജ് ഇതിൽ ചെയ്യുന്നു, ലോക്കൽ ബോഡീസ് വളരെ മോശമായി റോഡ് കോമ്പാക്ഷനോ ഗ്രഡേഷനോ ചെയ്യുന്നു. ഈ NH നന്നായി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് റെയിൽവേ ആണ്. റെയിൽവേ എംബാങ്ക്മെൻറ്റ് ഈ കോമ്പാക്ഷനൊക്കെ ഈ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ റെയിൽവേയുടെ ഒരു ഇത് അറിയാമല്ലോ, 1 സെൻറ്റിമീറ്റർ ഇത് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ 2 ട്രാക്ക് എന്നുള്ള ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ മറിഞ്ഞു പോകും. എന്തുമാത്രം പ്രിക്കോഷൻ ചെയ്താണ് അവർ ചെയ്തത്. അപ്പോൾ ഗ്രേഡിങ് 1 അതാണ്. ഗ്രേഡിങ് 2 വരുമ്പോൾ എന്താ 53 അതിൻ്റെ അപ്പോൾ 100% സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 26.5 52, അതായത് 53ക്ക് മുകളിലുള്ള സൈസുള്ള ഒന്നും പാടില്ല, 53 താഴെയാണ്. അപ്പോൾ കുറച്ചുകൂടെ താഴെയുള്ള, അപ്പോൾ അതിൽ പിന്നെ ലാസ്റ്റ് ഗ്രേഡ് കാണിക്കുന്നുണ്ട് 0.075 mm. ഗ്രേഡ് 3 കാണുമ്പോൾ 100% പാസ് ചെയ്യുന്നത് ഏതിലാണ്? 26.5 mm. പിന്നെ അടുത്ത് വരുന്നത് 4.75 mm. 4.5 നമ്മൾ 6 mm ചിപ്സ് എന്ന് പറയും, കണ്ടില്ലേ, ചെറിയത്. അതാണ് ഒരു വലിയ സൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. 26 mm
0.5 100% പാസ് ചെയ്യണം. അപ്പോൾ ഇത് കൂടുതലുള്ളത് ഏതാ 20 mm മെറ്റലും അതിന് ബിലോ ആണ് അതിൻ്റെ കൂടുതലുള്ളത്. 26.100 പാസ് ചെയ്യണ്ടേ, 26.5 പാടില്ല. അപ്പം നമ്മുടെ മനസ്സിൽ ഇത് എഴുതേണ്ടത് ഇത് പിന്നെ 20 mm ഡൗൺ, ഇത് പിന്നെ 36 mm ഡൗൺ, ഇത് 75 mm ഡൗൺ. പലപ്പോഴും നമ്മളിപ്പോൾ ഈ സീവ് അനാലിസിസിൽ ഇങ്ങനെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിക്കേണ്ടത് ഇങ്ങനെയാണത്, മനസ്സിലായല്ലോ. റോഡ് കൺസ്ട്രക്ഷൻ ലെയറിൽ ഇപ്പം 4ാമത്തെ ലെയറാണ് ബേസ് കോഴ്സ്, നാലാമത്തെ ലെയർ. അപ്പോൾ ഈ പണ്ടൊക്കെ WBM ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു, ഇപ്പോൾ WM വെറ്റ് മിക്സ് മെക്കാഡമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ആ WBMൽ നിന്ന് WMMലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണവും പിന്നെ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഞാൻ കാരണം നേരത്തെ പറഞ്ഞു, മഴയുടെ ഇതാണ്. ഈ WBMൽ സ്ലറി ഉണ്ട്, അതൊരു വാട്ടർ ബേസ്ഡ് ആണ്. WMMൽ സ്ലറി ഇല്ല, ക്വാറി ഡസ്റ്റാണ് ഉള്ളത്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒരിക്കലും WBM വേണ്ട, പാടില്ല എന്ന് പറയുമ്പോഴും നമുക്കിപ്പം നമ്മുടെ പഴയ റോഡിൻ്റെ പഴയ ലെയറെല്ലാം അങ്ങനെയാണ് കിടക്കുന്നത്. ഒരു നല്ല റോഡ് കുഴിയായിട്ട് കിടക്കുന്നത് എവിടെയെങ്കിലും കണ്ടുവെങ്കിൽ മനസ്സിൽ കണ്ടുവെങ്കിൽ ഒന്ന് പറഞ്ഞു പോകും, നിത്യം ഒന്ന് പറഞ്ഞു പോകും. ഇപ്പം ഇന്ന് വന്നതോ ഈ ആഴ്ച വന്നതോ അല്ലെങ്കിൽ സ്ഥിരം ട്രാവൽ ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു റോഡ്, തൃക്കണ്ണാപുരം റോഡ് ഫുൾ, തൃക്കണ്ണാപുരം എവിടെയാണ്? തിരുമല, നേമം ടു പ്ലാവള, തൃക്കണ്ണാപുരം പാലം പറ, തൃക്കണ്ണാപുരം പാലം ഇപ്പൊ പണി നടക്കുകയാണ് അവിടെ, പാലത്തുനിന്ന് തിരുമലയിലോട്ട് വരുന്നു. അതെ, ഇതാണ് ഈ റോഡ് എന്ന് പറയുന്നത്. തൃക്കണ്ണാപുരം പാലം പണിതത് 2000 സമയത്താണ്. അന്ന് എനിക്ക് ബ്രിഡ്ജസിന്റെ ചാർജും കൂടെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഈ തിരുമല തൃക്കണ്ണാപുരം റോഡ് വാസ് പഞ്ചായത്ത് റോഡ്, മനസ്സിലായോ? അത് പാലം കംപ്ലീഷൻ ആയപ്പോൾ ഏറ്റെടുത്തതാണ്. അപ്പോൾ അതിൽ എവിടെയാ, ഏത് ഭാഗത്താണ് കുഴി കണ്ടത്? ബിറ്റ്വീൻ തൃക്കണ്ണാപുരം കുഴി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ പാലം റെയിൽവേ പാലം വർക്ക് ചെയ്തില്ലേ? അത് വീതി കൂട്ടി പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ അതിപ്പൊ ചെയ്ത് തുടങ്ങിയല്ലേ, ഇപ്പൊ മെറ്റലിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് അടിയിലുള്ള മെറ്റൽ ഏതായിരിക്കും? WBM ആയിരിക്കും. അത് ചിലപ്പോൾ 1 or 2 ലെയർ കാണും പണ്ട് ചെയ്തത്. അതിൻ്റെ പുറത്ത് ചിപ്പിംഗ് കാർപ്പറ്റ് ഈ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് കുറച്ച് പേരിന് ടാറുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പുറത്ത് PWD ഏറ്റെടുത്തപ്പോൾ ഇപ്പോൾ എത്ര 10-20 വർഷമായില്ലേ, 20-25 വർഷമായില്ലേ. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഇടയ്ക്കൊരു റീമെറ്റലിംഗ് ആൻഡ് ടാറിങ്, അല്ലെങ്കിൽ ടാറിങ് മുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ BUST ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക്, BUST നല്ല സ്റ്റാൻഡേർഡ് ചെയ്ത് കാണില്ലേ, അല്ലെങ്കിൽ ഒരു വെറ്റ് മിക്സും എഗെയിൻ ചിപ്പിംഗ് കാർപ്പറ്റ്, എന്തായാലും BMDC ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് WBM അടി കിടക്കുക. ഇത് ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉടനെ തന്നെ ആൾക്കാർ സൈഡിലുള്ള കടകളെല്ലാം ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ പിന്നെ ഒരു കെട്ടിടത്തിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ ബാക്കി പകുതി അവർക്ക് റീറ്റെയിൻ ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ബിൽഡിംഗ് റൂളിൻ്റെ സെറ്റ് ബാക്ക് വേണ്ട. അപ്പം ലാൻഡ് അക്വിസിഷന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്താൽ ബിൽഡിംഗ് റൂളിൽ ഫ്രണ്ട് സെറ്റ് ബാക്ക് ഇല്ലാതെ പണിയാമെന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലാൻഡ് അക്വിസിഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ കോടതിയിൽ പോയി ഇതിന് റോഡ് ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചു. ഇതൊരു സൗകര്യമായിട്ടെടുത്ത് റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഉടനെ ബിൽഡിങ്ങിൻ്റെ പകുതി പൊളിച്ചു. ഇവർ പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ കുറച്ചുകൂടെ 1 മീറ്റർ കൂടെ പൊളിച്ചിട്ട് ഫ്രണ്ടിൽ ഒരു മേക്കപ്പ് ഇതൊക്കെ ചെയ്ത് ഈ റോഡിൻ്റെ ലെവൽ അവരങ്ങ് അസ്യൂം ചെയ്യും, ചൂടെ പൊക്കി അങ്ങ് ചെയ്യും. അപ്പോൾ ഈ വെള്ളവും എല്ലാം കൂടെ ആയി പഴയ ഇതങ്ങ് മോശമായി കിടക്കുന്നു. ഇനിയിപ്പം പുതിയ റോഡ് പുതിയ WBM വാഡൻ ചെയ്ത് BM 1 ലെയറോ അല്ലെങ്കിൽ 2 ലെയറോ കൊടുത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് സർഫസും ചെയ്ത് ഇത് മൊത്തം ഓടയും ചെയ്ത് സംരക്ഷിച്ചില്ലെങ്കിൽ റോഡ് ചീത്തയാവും. അപ്പം നമ്മുടെ റോഡ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് പണി നടക്കാത്ത, ഇംപ്രൂവ്മെന്റ് പൂർത്തിയാകാത്ത റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പണി നടന്ന ഏതെങ്കിലും റോഡുണ്ടെങ്കിൽ പറയാം. അപ്പം അതിൻ്റെ അകത്ത് അത്
മോശമല്ല അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഈ 2001 PWDയിൽ ട്രെയിനിങ് കൊടുക്കുന്നതും ഇതെല്ലാം ഫസ്റ്റ് ട്രെയിനിങ് മാനേജർ ഞാനാണ്. അന്നൊക്കെയാണ് ആ 2000 കാലഘട്ടത്താണ് നമുക്ക് TV ഒക്കെ വരുന്നത്. എനിക്കൊന്ന് ഏഷ്യാനെറ്റൊക്കെ വരുന്നത് അപ്പോഴാണ്. അതിനുമ്പോൾ ദൂരദർശൻ ഈ നമ്മളൊന്നും ഏഷ്യാനെറ്റൊക്കെ വന്ന് അവരെന്താ PWDയെ കുറിച്ച് കുറ്റം പറയും. അപ്പോൾ PWD റോഡെല്ലാം വാട്ടർ ബോൺ മെക്കാഡമാണ്. പിന്നെ നമ്മൾ പുതിയ ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഫണ്ട് വരുന്നില്ല. ദേശീയപാതയൊക്കെയാണ് പിന്നെ BMBC ഒക്കെ ചെയ്യുന്നത്. അതിന് റബ്ബറൈസ്ഡ് ടാർ എന്ന ആൾക്കാർ പറയും. ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് ട്രെയിനിങ് കൊടുത്ത് ഇപ്പം ആസ് ഓൺ 2021 അല്ലെങ്കിൽ ആഫ്റ്റർ കോവിഡ് എനിക്ക് പറയാൻ പറ്റും PWD റോഡ് അങ്ങനെ പഴയതുപോലെ തകരുന്നില്ല. തകരാത്ത കാരണം BMBC ഒക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ തകരുന്നുവെങ്കിൽ പിന്നെ പഴയ WBM ഉള്ള റോഡ് ഇപ്പോൾ തൃക്കണ്ണാമല പഴയ റോഡ് ടേക്ക് ഓവർ ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇംപ്രൂവ്ഡ് ഇൻ ദ പ്രസൻറ്റ് സ്റ്റൈൽ. അത് ചെയ്യാത്തത് കൊണ്ട് തകരുന്നതാണ്. ജനറലി ഇറ്റ് ഈസ് ഗുഡ് BMBC ചെയ്യുന്ന മെക്കനൈസ്ഡ് ടാറിങ് ചെയ്യുന്നത്. ഈ വാട്ടർ ബോൺ മക്കാടവും വെറ്റ് മിക്സ് മക്കാടവും എന്തുകൊണ്ടാണ് ഈ മക്കാടം എന്നുള്ള വാക്ക് വന്നത്? ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ച ചോദ്യമാണ്. നിത്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ഫോർ ഹൈവേ എഞ്ചിനീയേഴ്സ് ആണ് ഞങ്ങൾക്ക് ആദ്യം ട്രെയിനിങ് തരുന്നത്. അപ്പോൾ മക്കാടം എന്ന് പറയുന്നത് ഒരു സായിപ്പിൻ്റെ പേരാണ്. പണ്ട് എനിക്ക് തോന്നുന്നു 1900 ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് ഈ വാഹനങ്ങൾ കാറൊക്കെ ഓടിക്കുന്ന മോട്ടറൈസ്ഡ് വെഹിക്കിൾ വരുന്നത്. 1910 ഒക്കെ യൂറോപ്പിലൊക്കെ വരും. അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ആളുകൾ നടക്കുന്ന സ്ട്രീറ്റാണ്. അവിടെയാണ് വാഹനം ഓടിക്കുന്നത്. നമ്മുടെ ചാലയിൽ പോയി കഴിഞ്ഞാൽ ചാലയിൽ ആളുകൾ പെഡസ്ട്രിയൻ ആയിരിക്കുമല്ലോ ഒരു 60-70% സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. വാഹനം നോക്കി വേണം. അതേപോലുള്ള കാലഘട്ടത്തിൽ പിന്നെ അന്ന് തുടക്കത്തിൽ വാഹനം പിന്നെ പോകുമ്പോൾ വാഹനത്തിന് മുമ്പ് ഒരാൾ ഒരു വിസിലും അടിച്ച് ഇതും കാണിക്കണം, കൊടിയും കാണിക്കണം. നമ്മളിപ്പം JCB ഒക്കെ പോകുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരാൾ ചിലപ്പോൾ അതുപോലെ കാണിച്ചു പോകണം. അപ്പോഴത്തേക്ക് പിന്നെ റോഡാണെങ്കിൽ ആൾ നടക്കാൻ വേണ്ടിയുള്ള റോഡാണ്, അത് തകർന്നു പോകുന്നു. അപ്പോൾ ഈ മക്കാടം സായിപ്പ് പറഞ്ഞ് കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ച് ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തകരില്ല. അപ്പോൾ അതിനൊരു ബൈൻഡറൊക്കെ കൊടുത്ത് ചെയ്യാമെന്നുള്ള ടെക്നോളജി ഇപ്പോൾ 1905-10 കാലഘട്ടത്തിൽ ദിസ് ഈസ് ദ ന്യൂ ഇൻവെൻഷൻ. മനസ്സിലായോ? അത് കണ്ടുപിടിച്ച ആളാണ്, അയാളാണ് മക്കാടം. മക്കാടം എന്ന് പറയുന്നത് മക്കാടം സായിപ്പ്. വാട്ടർ ബൺ മക്കാടത്തിൽ നമുക്ക് 7.5 സെൻറ്റിമീറ്റർ ആണ് മോണോലിത്തിക് ലെയറാണ്. വൈബ്രേറ്റർ റോളർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലെയർ ക്യാൻ ഗോ അപ് ടു 20 സെൻറ്റിമീറ്റർ. അത് 2 ലെയറായിട്ട് വേണം ചെയ്യാൻ. വാട്ടർ ബോൺ മക്കാടം ടോപ്പ് ലെയർ കഴിഞ്ഞാൽ പിന്നെ ബിറ്റുമൻ സർഫസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു നീറ്റും ക്യാമ്പറും ഒക്കെ കറക്റ്റായിട്ട് വരണം. ബിറ്റുമനിൽ നമുക്ക് വലിയ ക്യാമ്പർ കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ക്യാമ്പർ സൂപ്പർ എലിവേഷൻ കറക്റ്റായിട്ട് വാട്ടർ ബോൺ എനി ക്യാമ്പർ കറക്ഷൻ നോട്ട് ഡൺ ഇൻ GSBO. ഇപ്പോൾ GSB എന്ന് വെച്ചാൽ ഡ്രെയിനേജ് ലെയറാണ്. അപ്പോൾ അതിനകത്ത് ഫോറസ്റ്റ്, അപ്പോൾ അത് കൂടുതൽ ക്യാമ്പർ കറക്ഷൻ നടത്താൻ പറ്റില്ല. അത് WBMൽ ഫസ്റ്റ് ലെയർ ചെയ്ത് സെക്കൻഡ് ലെയറിൽ ലെവൽസ് എടുത്ത് അത് ചെയ്ത് വേണം പോകാൻ. സാർ, ഈ PPT തന്നെ ഇനാഡിക്വേറ്റ് ഡ്രെയിൻസ് ആൻഡ് ഇംപ്രോപ്പർ LS എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എന്തായിരുന്നു പറയാമോ? അപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിൽ എന്താ കാണിക്കുന്നത്? ഇപ്പോൾ ഒരു ഫോറസ്റ്റ് അല്ല, ഇത് ഫോറസ്റ്റ് അല്ല, ഇതൊരു പിന്നെ റബ്ബർ. ഞാൻ കാഞ്ഞിരപ്പള്ളി ടൈപ്പിലുള്ള ഒരു ടെറൈനാണ്. റബ്ബർ തടികളാണ് കാണിക്കുന്നത്. ഇതൊരു ചരിഞ്ഞ പ്രതലമാണ്. ലെഫ്റ്റ് സൈഡ് അതൊന്ന് സ്ലോപ്പ് വരുന്നു, റൈറ്റ് സൈഡ് റീറ്റെയിനിങ് വാള് കെട്ടി. ഇതൊരു കൃത്യ ആ കർവിൽ തന്നെയാണ് പിന്നെ സൂപ്പർ എലിവേഷൻ വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് പൊങ്ങിയും ലെഫ്റ്റ് സൈഡ് താന്നിരിക്കുന്നു. അപ്പോൾ ഹിയർ ദർ ഇസ് നോട്ട് സൈഡ്. വെള്ളം കെട്ടിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ അതായത് ഒരു എർത്തൻ ഡ്രെയിൻ എടുത്തിട്ടുണ്ട്, അതിൽ വെള്ളം കെട്ടിയിരിക്കുന്നു. ഈ റോഡ് നമ്മൾ ഫോട്ടോഗ്രാഫർ എടുക്കുന്നിടത്തു നിന്ന് താന്നു പോവുകയും ആ ജീപ്പ് കഴിഞ്ഞിട്ട് താഴാതിരിക്കുകയോ അല്ലെങ്കിൽ സെയിം ലെവലിലെയോ ഒക്കെ പോകുന്നു. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പം ഹിയർ ഈസ് അർജന്റ്ലി റെക്കോർഡ് ഡ്രെയിൻ ആൻഡ് കൾവർ. ഈ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് പോകണം. വെള്ളത്തിൻ്റെ നാച്ചുറൽ ഒഴുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം.
ഇത് ഇവിടെ തന്നെ എങ്കിലും ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമാണ് കൾവർട്ട് പണിയേണ്ട മെയിൻ പോയിന്റ്. റൈറ്റ് സൈഡ് കൾവർട്ട്. ഇതിപ്പോൾ ഒരു ഗ്രാമീണ റോഡിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ റോഡിൻ്റെ എവല്യൂഷനിൽ റോഡിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് നമ്മുടെ നാട്ടിലെ റോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഒരു മെറ്റലിംഗ് ടാറിങ് ചെയ്യാനുള്ള ഇത് പൈസയെ കാണുന്നു. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് സൈഡ് എന്നിട്ട് ഇവർ ഉള്ള പൈസ കൊണ്ട് റൈറ്റ് സൈഡ് ഒരു റിട്ടേൺ വളർത്തി. അപ്പോൾ കൾവർട്ട് പണിയാനുള്ള പൈസ ഇല്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ഇതാണ് ഇവിടെ ഓടയും പണിത് കൾവർട്ടും പണിയാണ്. അടുത്ത പിക്ചറിൽ ഈ ഇംപ്രോപ്പർലി കൺസ്ട്രക്റ്റഡ് WBM കൊടുത്തിട്ടുണ്ട്. അതെ, ഇതാണ് സാധാരണ നമ്മൾ ഒരു പഞ്ചായത്ത് പണിതോ അല്ലെങ്കിൽ ബ്ലോക്ക് പണിത ഒരു WBM PWD ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഒരു സിനാറിയോ ആണ്. മെറ്റൽ എങ്ങനെ പണിഞ്ഞു പോകും. ഈ 87, 88 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 95 കാലഘട്ടത്ത് നമുക്ക് കിട്ടുന്ന റാ മെറ്റീരിയൽ ഇതാണ്. PWD ഏറ്റെടുത്ത്. അപ്പോൾ ആളുകൾ പഞ്ചായത്തിൽ PWD ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തോ നമ്മളിപ്പോൾ PWD റോഡ് നാഷണൽ ഹൈവേ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് വരെ ഒരു അപ്പോൾ ഇനിഷ്യൽ നമ്മൾ കാണുന്ന ഒരു ഇതെടുക്കുന്നതാണ്. ഈ മെറ്റലിങ്ങിൻ്റെ ഡെപ്തും ഇതൊക്കെ അറിയാൻ വേണ്ടി ഇതെടുക്കുന്നതാണ്. ഇത് മാനുവലായിട്ട് എടുക്കുന്നതാണ്. ഇത് നമുക്ക് മെഷീനറി ഒക്കെ വന്നതിന് ശേഷം ബംഗിൾമാൻസ് ഡിഫ്ലക്ഷൻ ടെസ്റ്റ് ഉണ്ട്. അതായത് ബംഗിൾമാൻസ് ഡിഫ്ലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മിനി 407 ലോറിയോ അല്ലെങ്കിൽ ഒരു ഇന്നോവ പോലുള്ള ഒരു വാഹനമോ ഇതിൽ മെഷീനറി വെച്ചിട്ട് നമ്മൾ ബാക്കിൽ ഒരു ട്രെയിലർ പോലെ ഒരു സാധനം ഉണ്ടാകും. 2 വീലിൽ ഒരു വലിയ റോഡ് അങ്ങോട്ടും ഉണ്ടാവും, ഈ സൈഡിൽ അതിനൊരു ആമുണ്ടാകും. അതായത് ഈ വാഹനം പോകുമ്പോൾ ഈ ട്രെയിലറിൻ്റെ ആ വീലിന് ഉണ്ടാകുന്ന സം ലോഡ് അത് കൊടുക്കുമ്പോൾ ഇത് തെറിച്ച് വരും. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഇവിടെ കിട്ടും വണ്ടിയിൽ. അതെന്ന് പറഞ്ഞാൽ ECG ഗ്രാഫ് പോലെ ഇരിക്കും. ECG ഗ്രാഫ് കണ്ടിട്ടുണ്ടോ? ECG എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാർട്ട് ബീറ്റ്. അതായത് നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹാർട്ട് ബീറ്റിൻ്റെ ഒരിതാണ്. അപ്പോൾ അസ്വാഭാവികമായിട്ട് ഹാർട്ട് ഇത് ചെയ്യുന്നെങ്കിൽ അത് താഴോട്ട് വരും. ഇതേപോലെ ഈ അടിയിലുള്ള ലെയറിനെ കുറിച്ചുള്ള ഒരു ഇത് കിട്ടും. ബംഗിൾമാൻസ് ഡിഫ്ലക്ഷൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ലെയറിൽ എത്ര ഡെപ്തിൽ സർഫിങ് BM-ഉം വെറ്റ് മിക്സും GSB അതായത് ഈ സർഫസ് എത്ര ക്രസ്റ്റ് തിക്നെസ് എത്ര ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്താണ് എടുക്കുന്നത്. യൂസ് ഓഫ് ടംപ്ലേറ്റ് ഇൻ WBM ആയാലും വെറ്റ് മിക്സ് തുടങ്ങിയാലും ഫസ്റ്റ് ഒരു മെറ്റൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഇത് കിട്ടാൻ വേണ്ടി വര വരച്ച ഇതൊരു തടിയാണ്, ഹൊറിസോണ്ടൽ തടിയാണ്. അതിൻ്റെ അകത്ത് ആ ക്യാമ്പർ കൂടെ ചേർന്നുള്ള വെഡ്ജസ് എടുത്തിട്ടുണ്ട്. അത് നൂലിങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് ഇതെല്ലാം. WBM കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ നൂല് വെച്ച് കെട്ടിയിട്ടാണോ ഇപ്പോഴും ചെയ്യുന്നത്? അല്ല, ഇപ്പം നമ്മൾ ലെവൽസിൽ എടുത്ത് ചെയ്യും. ഇത് ഒറിജിനലി ഒരു റൂറൽ ഏരിയയിൽ ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഞങ്ങൾ PWDക്ക് വി ആർ നോട്ട് ഒറിജിനലി കൺസ്ട്രക്ടിങ് റോഡ്. എക്സിസ്റ്റിംഗ് റോഡിന് ക്യാമ്പർ കറക്ഷൻ കൊടുത്താണ് എഴുതുന്നത്. ഇതൊരു ന്യൂലി കൺസ്ട്രക്ടിങ് റോഡിൻ്റെ ഇന്ന സിസ്റ്റമാറ്റിക് വേ. മനസ്സിലായോ? പഴയ കാലത്ത് 85 ഇത് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ അന്നത്തെ ബ്ലോക്കിലെ റോഡിൽ പോയി എടുത്ത ഇതാണ്. ഓക്കെ, ഇത് മെറ്റൽ ടാറിങ്ങിന് വേണ്ടിയുള്ളത് നല്ല തിക്കായിട്ടിരിക്കുന്നു. ഈ 20 mm തിക്നെസ് ആയിട്ടുള്ള ചിപ്പിംഗ് കാർപ്പറ്റാണ് ഈ തിക്കിൽ കിടക്കില്ല. ഇത് 30 mm എങ്കിലും ഉള്ളതായിരിക്കണം ഇങ്ങനെ കിടക്കുള്ളൂ. ബേസ് കോഴ്സും സബ് ബേസ് കോഴ്സും കഴിഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സർഫസിങ്. അപ്പം ഈ സർഫസിങ്ങിന്റെ ഒരു കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതൊന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മൾ ബംഗിൾമാൻസ് ഡിഫ്ലക്ഷൻ ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത്ര സെൻറ്റിമീറ്റർ BM എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 25 സെൻറ്റിമീറ്റർ BM വേണമെന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ് ബേസ് കോഴ്സും വേണം. അതായത് GSB നമ്മൾ മിനിമം 7.5, അപ്പോൾ 7.5 കൊടുത്തു. ബേസ് കോഴ്സ് ബേസ് കോഴ്സ് വെറ്റ് മിക്സ് മക്കാഡം ഒരു 15 സെൻറ്റിമീറ്റർ കൊടുത്തു.
അപ്പോൾ ഈ 7-യും 22 സെൻറ്റിമീറ്റർ ഇൻറ്റു അതിന് 75% ഓഫ് BM, അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 70% വരത്തുള്ളൂ. അപ്പോൾ 22 ഇൻറ്റു 70 എന്ന് പറയുമ്പോൾ എത്ര 17-18 ബാക്കിയുള്ള ഇത് BM കൊടുക്കും. സാധാരണ ഇതിൽ BM മിനിമം 5 സെൻറ്റിമീറ്റർ എങ്കിലും BM കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ 6-7 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 8-9 സെൻറ്റിമീറ്റർ ആണ് BM 2 ലെയറായിട്ട് ചെയ്യണം. 5-6 സെൻറ്റിമീറ്റർ വരെ ഒരു ലെയറായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ BM തന്നെ അഗെയിൻ ലെവൽസ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. കറക്ഷൻ വേണം. സാധാരണ ഇതിൽ വെറ്റ് മിക്സ് കറക്റ്റ് ഇതാണെങ്കിൽ BM പ്രൊഫൈൽ കറക്ഷൻ വേണ്ട, എന്നാലും കുറച്ച് കൊടുത്തു. അപ്പോൾ ആ BM 12mm മെറ്റൽ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇതിൽ പിന്നെ ചിപ്സ് വളരെ കുറവുള്ളൂ. ആ റിഡക്ഷൻ നോക്കിയാൽ അത് പോറസാണ്. അത് BM ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചെറിയ വെന്റിലേഷൻ നമ്മളിപ്പം അപ്പോൾ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ BM സാധാരണ നമുക്കൊരു പിങ്ക് ബുക്കുണ്ട്, IRCയുടെ ഒരു പിങ്ക് ബുക്ക്. ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ നമ്മുടെ ഒരു ഞങ്ങൾ ബൈബിളെന്ന് പറയും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേശപ്പുറത്ത് എപ്പോഴും സൈഡിലുണ്ടാകണം. കാരണം അതിൽ പിങ്ക് ബുക്കിൽ പറയുന്നതിൻ്റെ ഒരു ടാറിങ്ങിൻ്റെ ഇതുണ്ട്. ആവറേജ് നമ്മൾ പറഞ്ഞാൽ 5% മിക്സിൻ്റെ 5% ടാർ വേണ്ടത്. അപ്പോൾ പിന്നെ BM 5.5 ഒക്കെ ഉണ്ടാവും. BCയിലാണെങ്കിൽ ഇത് 6. എത്രത്തോളം ടാറ് കൂടുതൽ വരുന്നു അത്രത്തോളം ബൈൻഡറിങ്ങും കാര്യങ്ങളും നല്ലതാണ്. അപ്പോൾ ഓരോ ലെയറിനും ഓരോരോ ബിറ്റുമിൻ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ളത് എഴുതും നമ്മൾ. അങ്ങനെയാണ് BM അത്രയും കനത്തിൽ ചെയ്യും. ഈ സർഫസിങ്ങിന് തന്നെ പല പല ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ഈ അഗ്രിഗേറ്റ് ഹീറ്റിങ്ങിന് 175 ഡിഗ്രി സെൽഷ്യസും ഈ ബിറ്റുമൻ ഹീറ്റിംഗ് ആൻഡ് മിക്സിങ്ങിന് 160 ഡിഗ്രി സെൽഷ്യസും മിക്സഡ് മെറ്റീരിയൽ ഹീറ്റിന് 170 ഡിഗ്രി സെൽഷ്യസ്, ലേയിങ് മിനിമത്തിൽ 140 ഡിഗ്രി സെൽഷ്യസ്, റോളിങ്ങിന് 110 ഡിഗ്രി സെൽഷ്യസും ഇനി കേസ് 100 ഡിഗ്രി സെൽഷ്യസും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഈ ടെമ്പറേച്ചർ? നമ്മൾ പലപ്പോഴും ഈ ടെമ്പറേച്ചർ കൺട്രോളാണ് ഈ ക്വാളിറ്റി കൺട്രോളിനെക്കാളും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ടെമ്പറേച്ചർ മെറ്റൽ 175 ഡിഗ്രി വരെ ചൂടാക്കും. ഇല്ല, ഞാനിതിൽ കണ്ടിട്ടുള്ളത് വലിയ പ്ലാന്റും ഇതിൽ ഒരു കോൺട്രാക്ടർ ഉണ്ടാകും, വലിയ ലീഡിങ് കോൺട്രാക്ടറാണ് അദ്ദേഹം. അതിനുള്ള ഈ ഹീറ്റിങ്ങിന് വേണ്ടി ഇത് വേണം, ഫ്യൂവൽ വേണം. പണ്ടൊക്കെ പിന്നെ തടി വെച്ചായിരിക്കും, ഇപ്പം പിന്നെ മണ്ണെണ്ണയോ ഇതിൽ വെച്ച് കത്തിക്കുക. ഇത് ഈ കോൺട്രാക്ടറുടെ സബ് ആളുണ്ടാകും പ്ലാന്റിൻ്റെ. അവന് ഈ ടെമ്പറേച്ചർ കുറച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവന് കണ്ടവന് ഫ്യൂവലാവും. മനസ്സിലായോ? അപ്പോൾ ഈ 175 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റാണ്. ഇതിലൊരു 140 ഡിഗ്രി വരെ എത്ര ഫ്യൂവൽ വെച്ചാണോ ചൂടാക്കുന്നത് അത്രയും ഫ്യൂവൽ വേണം ഇതിൽ നിന്നൊരു 20-25 ഡിഗ്രി കൂടുതൽ ചൂടാക്കാൻ. മനസ്സിലായോ? അപ്പോൾ അവൻ ഹി വിൽ ട്രൈ ടു 140 കഴിഞ്ഞിട്ട് 175 ആയി എന്ന് പറയും. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ട ഒരു പാനൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇത് വരുമ്പോൾ എനി എഞ്ചിനീയേഴ്സ് 2001 കാലഘട്ടത്തിൽ അത് AC ആണ്, AC ക്യാബിനാണ് ഇവരുടെ ഇതിൽ. അപ്പോൾ ആ AC ഇരിക്കാൻ വേണ്ടിയെങ്കിലും നീ പോടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ AEയോട് ഒക്കെ പറഞ്ഞു. മനസ്സിലായോ? അവിടെ ഇത് 175 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇത് ചൂടാക്കിയിട്ട് ബിറ്റുമൻ ചൂടാക്കേണ്ടത് 160 ഡിഗ്രി സെൽഷ്യസ്. 160. ഇത് തിരിഞ്ഞു പോകാൻ പാടില്ല. ബിറ്റുമൻ 160 എന്നുള്ളത് 150 ആയാലും കുഴപ്പമില്ല. ഇതിൽ 175 ഇത് ബിറ്റുമൻ 160 മിക്സിന് 170 കിട്ടണം. ഈ നല്ല ഇതായിട്ട് ചൂടാക്കിയ മെറ്റലാണെങ്കിൽ ബിറ്റുമൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിരുന്ന് 150 മിക്സിന് 170 കിട്ടുകയും ചെയ്യും. മിക്സ് പിന്നെ ലോങ് നമുക്കൊരു 15 കിലോമീറ്റർ വരെ റോഡും ഇതുമായിട്ട് ഡിസ്റ്റൻസ് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് സ്ഥലം കിട്ടിയില്ല, പലപ്പോഴും നമ്മളിപ്പോൾ നെയ്യാറ്റിൻകര ഭാഗത്തുള്ള ഒരു ടാറിങ്ങിന് ഇവിടെ കിട്ടുള്ളൂ, തമിഴ്നാട്ടിലായിരിക്കും സ്ഥലം കിട്ടുന്നത്, അല്ലെങ്കിൽ അമ്പൂരിയുടെ അടുത്തായിരിക്കും പ്ലാന്റ് വയ്ക്കാൻ സ്ഥലം കിട്ടുന്നത്. അപ്പോൾ അത് 15 എന്നുള്ളത് 20 കിലോമീറ്റർ ആയി. ഇതിൻ്റെ ഇടയ്ക്ക് നെയ്യാറ്റിൻകര കാട്ടാക്കട വഴിയൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ ട്രാഫിക് ബ്ലോക്കായി. അപ്പോഴത്തേക്ക് ഈ അഗ്രിഗേറ്റ് 175 വരെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മിക്സിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്ക് മിക്സിന് 170 ഡിഗ്രി വേണം, ലേയിങ് മിനിമം 140. അതായത് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഈ 25
ഡിഗ്രി വരെ കുറയാം. പലപ്പോഴും പിന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ മിക്സിന് ടാർപ്പാളിനിട്ട് വേണം വരാൻ. ടാർപ്പാളിനിങ്ങനെ നല്ലോണം കെട്ടിയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പിന്നെ ടാർപ്പാളൻ പറഞ്ഞു ഇപ്പോഴത്തേക്ക് ഒരു മഴ പെയ്തു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചുറ്റിൽ മഴ പെയ്തപ്പോൾ ഇതെല്ലാം ടെമ്പറേച്ചർ പോയി എന്ന് പറയും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മെറ്റൽ ഭയങ്കരമായിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും മിക്സിൽ ടോപ്പിൽ മാത്രമേ വരുള്ളൂ. ആ ടോപ്പിന് ഒരു ചെറിയ ലെയറിൽ മാത്രമേ പ്രോബ്ലം വരുള്ളൂ. അത് മിക്സി തട്ടുമ്പോഴത്തേക്ക് അത് പോവും, അത് മൊത്തത്തിൽ ടെമ്പറേച്ചർ ഇത് ചെയ്യും. അങ്ങനെ ചെറിയ മഴ പെയ്തതുകൊണ്ടൊന്നും മിക്സിൽ ടെമ്പറേച്ചർ പോകുന്നില്ല. അത് പോകും അങ്ങനെ 175 സ്ഥാനത്ത് 150 ചൂടാക്കി, മിക്സിന് 160 ചൂടാക്കിയതുകൊണ്ട് ഇതിൽ മിക്സിൽ 150 കിട്ടി. ട്രാവൽ ചെയ്തപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് 100 താഴെയായിപ്പോകും. ഈ 175 ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 170 മിക്സ് ചൂടാക്കി അതൊരു 10-15 മിനിറ്റ് റിട്ടൈൻ ചെയ്താൽ ദാറ്റ് മിക്സ് വിൽ ഗിവ് ബെറ്റർ റിസൾട്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ ലേയിങ് 140 മിനിമം, റോളിംഗ് 110. അതായത് റോൾ ചെയ്യുന്ന സമയത്താകുമ്പോൾ 110 ആകണം. ഇൻ എനി കേസ് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് പറയുമ്പോൾ ഞാൻ വേറെ ഒരു പോയിന്റ് കൂടെ, ഇപ്പം നമ്മുടെ ഓഫീസിലവിടെ ശാസ്ത്രമംഗലത്ത് നിന്ന് വരുമ്പോൾ ഒരിടത്ത് പ്ലാന്റ് വെച്ച് ടാർ ചെയ്യുന്ന സംവിധാനം കണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് അവിടുത്തെ കോർപ്പറേഷൻ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമിക്സ് പ്ലാന്റിലാണ്. അവിടെ ഈ പ്ലാന്റിലാണ് ചൂടാക്കുന്നത്. അവിടെ ഈ പ്ലാന്റിൽ 175 ഡിഗ്രി ചൂടാക്കിയെന്ന് വെച്ചോ, ഒരു നല്ല കോൺട്രാക്ടർ നല്ല 175 ചൂടാക്കി. പിന്നെ ബിറ്റുമിൻ അവിടെ 160 നല്ല മിക്സ് 170 അല്ലെങ്കിൽ 140 അവിടെ നിന്ന് കൊണ്ടുപോയി ലേ ചെയ്യുന്നത് മാനുവലായിട്ടാ. ഇവിടെ ഇത് പിന്നെ ലേ ചെയ്യുന്ന ആള് മനുഷ്യൻ കൈ കൊണ്ട് മിക്സ് തുടങ്ങുന്ന 100 ഡിഗ്രിക്ക് താഴെ ആയാലേ. അപ്പോൾ ദേ വിൽ ഡിലേ ദ സ്പ്രെഡിങ് അപ് ടു ഇറ്റ് ബിക്കം 100 ഡിഗ്രി. മനസ്സിലായോ? മാനുവലായിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ ഇത് കോർപ്പറേഷൻ റോഡല്ലേ, ട്രക്ക് അങ്ങനെ പോകുന്നില്ലല്ലോ, കാറല്ലേ പോകുന്നുള്ളൂ. നമ്മൾ തന്നെ റോഡും ഹൈവേ കൺസ്ട്രക്ഷൻ റോഡ് വിത്തിൻ ദ പിന്നെ ക്യാമ്പസ്, നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജോ മെഡിക്കൽ കോളേജോ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ആ ക്യാമ്പസിനകത്തുള്ള റോഡുണ്ടല്ലോ, അത് ട്രക്ക് വരവ് കുറവല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 100 ഡിഗ്രിക്ക് താഴെ പോയാലും കിടക്കും. മിക്കവാറും നമ്മുടെ കോർപ്പറേഷൻ ഈ റോഡ് അറിയുന്ന ലേയിങ് ടെമ്പറേച്ചർ മേ ബി 80 or 70, 100 മുകളിലായിരിക്കില്ല. അന്ന് മനുഷ്യരല്ലേ ഇത്, അവർ കണ്ടിട്ടില്ല കാലിൽ കുറെ ചാക്കും കെട്ടി. ഇപ്പൊ അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞൂടാ, പണ്ടൊക്കെ അങ്ങനെയാണ് പാവങ്ങൾ. അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റൂല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് എടുത്ത് നമ്മുടെ കാലിലെടുത്തോട്ട് ഇട്ട് തരും. അടുത്ത ഈ PPT ബിറ്റുമിൻ ഗ്രേഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ ബിറ്റുമിൻ ഗ്രേഡ്സ് IS ഗ്രേഡ് ഉണ്ട്, പെനിട്രേഷൻ ഗ്രേഡ് ഉണ്ട്, വിസ്കോസിറ്റി ഗ്രേഡ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തിനുള്ള ഇതാണെന്നൊന്ന് പറയാമോ? ഈ IS ഗ്രേഡിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട. കാരണം അന്ന് ഈ എഗെയിൻ ഞാൻ പറയും 1970-80 കഴിഞ്ഞതിന് 80-ന് ശേഷമാണ് പെട്രോളിയം കമ്പനീസ് വന്നത്. നമ്മൾ പെട്രോളിയം ഇങ്ങനെ കണ്ടുവാൻ ഇറക്കും. മറ്റത് പെട്രോളായിട്ടോ ഡീസലായിട്ടാണ് നേരത്തെ ഇറക്കിയത് പെട്രോളിയം. അപ്പോൾ അന്നേരം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗ്രേഡ് കൊടുത്തു. അപ്പം പിന്നീട് നമ്മൾ ഈ ഗ്രേഡ് വായിക്കുമ്പോൾ നമ്മളൊരു ഗ്രേഡ് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ എൻജിനീയേഴ്സിന് അതിൻ്റെ ക്വാളിറ്റി വിൽ റിഫ്ലക്റ്റ് ഇൻ ദ ഇത്. നമ്മളിപ്പോൾ കോൺക്രീറ്റിൽ പറയുമല്ലോ M25 എന്നുവെച്ചാൽ കോൺക്രീറ്റ് മിക്സ് 28 days ക്യൂബിക് സ്ട്രെങ്ത്തിൽ അത് ക്രഷ് ചെയ്യുമ്പോൾ 25 Nm/mm² കിട്ടണം. അതാണ് കോൺക്രീറ്റ് M25. ഇനി നിത്യയോട് ഞാൻ നമ്മുടെ സ്റ്റാഫായിട്ട് ആര് വന്നാലും ആദ്യമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യമായിരിക്കും M25. അപ്പോൾ ഈ നിത്യയെ മാത്രം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അന്ന് അറിയില്ലെങ്കിൽ പോലും പോയി പഠിച്ചിട്ട് പിന്നെ മനസ്സിൽ കരുതും. അതേപോലെ ഈ IS ഗ്രേഡ് നോക്കുമ്പോൾ അപ്പം അതിനുശേഷമാണ് പെനിട്രേഷൻ ഗ്രേഡ്. എനിക്ക് തോന്നുന്നത് 90s പെനിട്രേഷൻ ഗ്രേഡ് വന്നത്. അപ്പം ഇറ്റ് ഗീവ്സ് എ പെനിട്രേഷൻ കേപ്പബിലിറ്റി ഓഫ് ദ ബിറ്റുമിന് നമ്മളിങ്ങനെ വെറ്റ് മിക്സിൻ്റെ പുറത്ത് ബിറ്റുമിൻ ടാർ ഒഴിക്കുമ്പോഴത്തേക്കും വെറ്റ് മിക്സ് എന്ന് വെച്ചാൽ ഹംഗ്രി ഫോർ ബിറ്റുമിൻ, അതിൻ്റെ അകത്ത് ഒന്നുമില്ല മെറ്റലിൻ്റെ. അപ്പോൾ ആ ഇത് മാക്സിമം ഡെപ്ത് പെനിട്രേറ്റ് ചെയ്യുന്നതിൻ്റെ റിഫ്ലക്റ്റിംഗ് നമ്പേഴ്സ് റിവേഴ്സലാണ് കിടക്കുന്നത്.
അതായത് 180 200 എന്ന് കഴിഞ്ഞാൽ പെൻട്രേഷൻ ഇത് കുറഞ്ഞതും ഈ താഴോട്ട് വരുമ്പോൾ പെൻട്രേഷൻ കൂടിയതും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്. അതിനകത്ത് മുകളിലോട്ടൊക്കെ വരുമ്പോഴത്തെ കോസ്റ്റും കൂടില്ല. അതിപ്പോൾ ലേയേഴ്സും ഈ ലെവലാണ്. താഴത്തെ ലേയേഴ്സിൽ താഴെയുള്ള നമ്പേഴ്സ് വരാം, മുകളിലോട്ടുള്ളത് വരാം, ആ നിലയ്ക്കാണ്. പിന്നെ വിസ്കോസിറ്റി ഗ്രേഡ് കഴിഞ്ഞാൽ അതിൻ്റെ പെൻട്രേഷൻ ക്വാളിറ്റി മാത്രമല്ല, വിസ്കസ് പ്രോപ്പർട്ടി. വിസ്കസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ബറോട്ട അടിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ മാവ്, ചപ്പാത്തിയുടെ മാവിൽ പൊറോട്ട അടിച്ചാൽ അതിൻ്റെ വലിയ പോകും. അതുപോലുള്ള ഒരു ക്വാളിറ്റി ഇതിന് വേണം. ഇത് ലെയർ തീരെയാണല്ലോ. ഇവിടെ വന്ന് ടയർ വന്നിട്ട് താഴുന്നു, അവിടെ വരുമ്പോഴത്തേക്ക് തമ്മിലുള്ള ബൈൻഡിങ് വരുന്ന ഒരു വിസ്കസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇതാണ്. അത് VG14 പ്രീമിയം സാധനമാണ്. നമ്മൾ VG30 VG20 ആണ് സാറിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആ സ്ലൈഡിൽ തന്നെ പലയിടത്തും ഓരോരോ ഐറ്റത്തിനും ഉപയോഗിക്കുന്ന താഴെ ഉണ്ടല്ലോ ചിപ്പിംഗ് കാർപ്പറ്റ്, കോൾഡ് ക്ലൈമറ്റ്, പെൻട്രേഷൻ ആണെങ്കിൽ 80-100, VG ആണ് VG10. ചിപ്പിംഗ് കാർപ്പറ്റ് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ്, അത് ഉപയോഗിക്കാം. കാരണം അതിനകത്ത് ടെമ്പറേച്ചർ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മാത്രം ഹയർ ഇത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. VG10. ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ VG30 ഉപയോഗിക്കാം. VG30 ആണ് കോമൺലി യൂസ്ഡ്. അത് പിന്നെ BUSG എന്ന് പറയുന്നത് ഒരു നല്ല ഐറ്റമാണ്. അത് വെച്ചാൽ ബിൽറ്റ് അപ്പ് സ്പ്രേ ഗ്രൗട്ടിങ്. നമ്മൾ മെറ്റലിൻ്റെ റോഡ് ചെയ്ത് കുറേ ഭാഗം മെറ്റൽ ചെയ്ത് നന്നായിരിക്കുന്നു, മറ്റ് കുറേ ഭാഗം ഗിടിഞ്ഞങ്ങ് താഴ്ന്നു, അല്ലെങ്കിൽ റീറ്റെയിനിങ് വാള് മറിഞ്ഞു പോയിട്ട് താഴ്ന്നു. ഈ മെറ്റലെല്ലാം ഇളക്കി റീമെറ്റലിങ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ നല്ല നമ്മൾ ബംഗിൾമേഴ്സ് ഡിഫ്ലക്ഷൻ ടെസ്റ്റ് എടുത്തപ്പോൾ ഇവിടെ നല്ല വാല്യൂസും കിട്ടി. അപ്പോഴത്തേക്ക് ഈ ഭാഗത്തെ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ലെവലിലോട്ട് GSB നമ്മളിവിടെ വിടും. ഈ ഭാഗത്ത് എന്തായാലും പിടിച്ച് പോയത് എന്തോ വെള്ളം പോയതാണ്. അപ്പോൾ അവിടെ GSB വേണ്ട, 36 mm മെറ്റൽ ഇട്ടിട്ട് ടാറ് സ്പ്രേ ചെയ്തിട്ട് അത് പെൻട്രേഷൻ ഗ്രേഡ് കൂടിയ ബിറ്റുമിൻ ഉപയോഗിച്ച് പെൻട്രേറ്റ് ചെയ്ത് അതിനെ ബിൽറ്റ് ചെയ്ത് കൊണ്ടുവരും അതിൻ്റെ അതേ ലെവലിൽ. അങ്ങനെയാണ് ബിൽറ്റ് അപ്പ് സ്പ്രേ ഗ്രേഡ്. അപ്പോൾ അതിന് 36 mm പിന്നെ ആദ്യം ഒരു ലെയർ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്തു, എന്നിട്ട് 12 mm അതിൻ്റെ പുറത്ത് കീ അടിക്കാന്ന് പറയും. ലോക്കൽ ആളുകൾ കീ അടിച്ച് ഒരു ലെയറാക്കി പിന്നെ ഒരു ലെയറാക്കി കൊണ്ടുവന്ന് അതിന് ശേഷം. അപ്പോൾ ആ BUSGക്ക് ചെയ്യേണ്ടത് കോൾഡ് ക്ലൈമറ്റ് ആണ് 80-100 അല്ലെങ്കിൽ VG10. ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ VG20 ആയാലും മതി. ചിപ്പിംഗ് കാർപ്പറ്റിൽ VG30 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഐറ്റമാണ് ലോഡ് ബെയറിങ്ങിൻ്റെ. ഇത് BUSG ആണെങ്കിൽ 20 ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുറത്ത് പിന്നെ സർഫസിങ്ങിൻ്റെ വേറെ ഐറ്റം വരും. അതുകൊണ്ടാണ് ഇത് BMലാണെങ്കിൽ കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ VG10ഉം ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ VG20. ആക്ച്വലി VG20 അല്ലാതെ BM കോൾഡ് ക്ലൈമറ്റിൽ VG10 ചെയ്ത് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് വരില്ല. അപ്പോൾ ആൾവേസ് ഹോട്ട് ക്ലൈമറ്റിൽ മഴ, അതായത് ചൂടുള്ള മഴയില്ലാത്ത കാലഘട്ടത്തിൽ ടാർ ചെയ്യുന്നതാണ് അതിൻ്റെ നല്ലത്. ദെൻ SDBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMNBC പറയുമ്പോൾ തന്നെ 2 ഐറ്റം പറയേണ്ടി വരും. പണ്ട് BMൻ്റെ AC ആയിരുന്നു, ആസ്ഫാൾട്ടിക് കോൺക്രീറ്റ്. അതായത് 2000-ലൊക്കെ BMൻ്റെ AC ആയിരുന്നു. നമുക്ക് കോറി ഡസ്റ്റർ ഇതായിട്ട് കിട്ടാനില്ല. അപ്പോൾ പിന്നെ സിമെൻറ്റ് ഉപയോഗിക്കാം. ഹോമോജീനിയസ് ഫൈൻ മെറ്റീരിയൽ അറ്റ്ലീസ്റ്റ് 5% എങ്കിലും വേണം. അപ്പം അത് പാറപ്പൊടി അങ്ങനത്തെ ഒരു ലെവലിൽ കിട്ടാത്തതുകൊണ്ട് സിമെൻറ്റ് ഉപയോഗിക്കാം. അപ്പം സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ആസ്ഫാൾട്ടിക് കോൺക്രീറ്റായി. വിത്തൗട്ട് സിമെൻറ്റ് പാറപ്പൊടി ഉപയോഗിക്കുന്നതാണ് BC. AC ബിക്കം BMNBC. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട ഗ്രേഡുകൾ പറഞ്ഞിട്ടുണ്ട്. SDBC എന്ന് വെച്ചാൽ BMBC അല്ല, ഒറ്റ ലെയർ ചെയ്യുന്നതിന്. ഈ കൊച്ചാറോട് ആദ്യം അത് ഹാപ്പൻസ് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഡൈവർഷൻ റോഡെന്ന് പറഞ്ഞിട്ട് ഇവിടെ ശാസ്താമംഗലം വരെ ഇത് ചെയ്യുന്നുണ്ട്. ഡൈവർഷൻ റോഡെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെയാണ് ശങ്കർ റോഡാണ് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഇവിടെ താമസിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് SDBC ആണ് ആദ്യം ചെയ്തത്, മെക്കനൈസ്ഡ് ഇത്. അത് വെച്ചാൽ പിന്നെ 2 ലെയർ ചെയ്യണ്ട, ഒറ്റ ലെയറിൽ പൈസ കുറവേ ഉള്ളൂ. ഒറ്റ ലെയറിൽ പേപ്പർ ഫിനിഷ്ഡ് ചെയ്തെടുത്ത. ടാക്ക് കോട്ട്, ഒരു ലെയറിന്റെ പുറത്ത് ഒഴിക്കുന്നതാണ് ടാക്ക് കോട്ട്. ഈ ടാക്ക് കോട്ട് പോലെ തന്നെ പ്രൈം കോട്ടും ഉണ്ട്. അപ്പം എന്താണ് ഈ പ്രൈം കോട്ട് എന്ന് പറയുമ്പോൾ? പ്രൈം കോട്ട് എന്ന ആ വാക്കിൽ തന്നെ ഉണ്ട് പ്രൈം. ആദ്യമായിട്ട് ഒരു നോൺ ബിറ്റുമിനസ് സർഫസിൽ ബിറ്റുമിൻ അപ്ലൈ ചെയ്യുന്നതാണ് പ്രൈം കോട്ട്. അതായത് ഒരു
വെറ്റ് മിക്സ് അല്ലെങ്കിൽ WPF ചെയ്യുന്ന ഒരു സർഫസിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് ടാർ ആദ്യം സ്പ്രേ ചെയ്യുന്നതാണ് പ്രൈം കോട്ട്. ടാർ സ്പ്രേ ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ, ഇത് മാനുവലായിട്ട് സ്പ്രേ ചെയ്ത് അപ്പോഴത്തേക്ക് ഇവിടുത്തെ കൂടി കിടക്കുന്നു, ഇത് ക്ലീൻ ചെയ്തില്ല, മാനുവലായിട്ട് ക്ലീൻ ചെയ്തു. മറ്റേത് കുറച്ചുകൂടെ ഈവൻലി ചെയ്തു. പക്ഷേ ഈ സ്ഥലത്ത് ബിറ്റുമൻ കൂടുതലാണ്, അവിടെ കുറവാണ്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ സ്വല്പം ഇതിനേക്കാളും കൂടുതലാണ് ഒരു ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കറക്റ്റ് മെക്കനൈസ്ഡ് സ്പ്രേയിങ്. ഇത് കണക്കിന് ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു താങ്ക് യു സാർ.